بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين أما بعد സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ നിയോഗിച്ച ഖൗമ് അവരാരും റബ്ബ് എന്ന കാര്യത്തിൽ, അല്ലാഹു റബ്ബാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് അംഗീകരിക്കുന്നതിന് നമുക്കാർക്കും പ്രയാസവും ഉണ്ടായിരുന്നില്ല. അള്ളാഹു ഇലാഹാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യത്തിലാണ് അവർക്കൊക്കെ പ്രയാസമുണ്ടായത്. റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്. ഏത് കാലഘട്ടത്തിലായാലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിന് അല്ലാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിനെ പോലത്തെ വേറൊരു അള്ളാഹിനെ അവർ കണ്ടിട്ടുമില്ല. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ, അന്ന് മുതൽ ഇന്ന് വരെ അള്ളാഹുവിന് പകരം വേറൊരു റബ്ബ്, വേറൊരു അള്ളാഹ്, അങ്ങനൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകളുള്ള, അള്ളാഹുവിന്റെ അഫ്ആലുകളുള്ള, അള്ളാഹുവിന്റെ അസ്മാഉകളുള്ള അള്ളാഹിനെ പോലത്തെ വേറൊരു അള്ളാഹ് എന്നൊരു സങ്കല്പമേ ലോകത്തുണ്ടായിരുന്നില്ല. ഫിർഔൻ പോലും അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞത്, നിങ്ങളുടെ ഉന്നതനായ റബ്ബാണ് ഞാൻ എന്ന് പറഞ്ഞത് റബ്ബുൽ ആലമീൻ എന്ന അർത്ഥത്തിലായിരുന്നില്ല. ഫിർഔൻ ഞാൻ റബ്ബാണെന്ന് പറയുന്നത് അള്ളാഹു റബ്ബ് എന്നുള്ള ആ രീതി അനുസരിച്ചല്ല. അത് ഫിർഔന്റെ തന്നെ വേറൊരു പ്രസംഗത്തിൽ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഈ അന റബ്ബുക്കുമുൽ അഅ്ല, നിങ്ങളുടെ ഉന്നതനായ റബ്ബാണ് ഞാൻ എന്ന് പറഞ്ഞ ഫിർഔൻ തന്നെ വേറൊരു പ്രസംഗത്തില് അയാൾ ആ റുബൂബിയത്ത് വളരെ പരിമിതമായ ചില മേഖലകളിൽ മാത്രമാണെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെ സംബന്ധിച്ച് പറഞ്ഞത്, അവരുടെ നാവുകളെ കൊണ്ട് അങ്ങനെ പറഞ്ഞാലും അവരുടെ മനസ്സിൽ അല്ലാഹു തന്നെയാണ് റബ്ബ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ ഭയങ്കരമായ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി ഫിർഔൻ. മുർസലീങ്ങൾ എവിടെയൊക്കെ തൗഹീദിന്റെ പ്രഭാഷണം ആരംഭിച്ചോ, തൗഹീദിലേക്കുള്ള ദഅവത്ത് ആരംഭിച്ചോ, അപ്പോഴൊക്കെ എതിരാളികൾ നടത്തുന്ന ആദ്യത്തെ ജോലി സാധാരണക്കാരനെ വിളിച്ചൊരു സമ്മേളനം നടത്തുക എന്നുള്ളതാണ്. ഫഹശറ ഫനാദ, അല്ലേ? ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ജനങ്ങളൊക്കെ വിളിച്ചുകൂട്ടി. വനാദ ഫിർഔൻ, ഫിർഔൻ അനൗൺസ് ചെയ്തു. നാദ എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുക. ഫീ ഖൗമിഹി, ഫിർഔന്റെ ഖൗമിൽ. വനാദ ഫിർഔനു ഫീ ഖൗമി, ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങളോടൊക്കെ മൈതാനത്ത് കൂടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഫിർഔൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് സാധാരണക്കാർക്കിടയിൽ യേശുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ, അള്ളാഹുവിനെ ഇസ്രായേലി സമൂഹത്തിന് അള്ളാഹിനെ മനസ്സിലാകുന്നു എന്ന് കണ്ടപ്പോഴല്ല, അള്ളാഹു റബ്ബാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഫിർഔനടക്കം അറിയാം ഈ പ്രപഞ്ചത്തിന് ഒരു റബ്ബുണ്ട് എന്ന്, ഈ പ്രപഞ്ചത്തിന് ഒരു ഉടമസ്ഥനുണ്ട് എന്ന്, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു മുദബ്ബിറുണ്ട് എന്ന്, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചൊരു ഖാലിഖുണ്ട് എന്ന്. ഇവിടെ വിഷയം നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള മുർസലീങ്ങളെല്ലാം വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഈ പ്രപഞ്ചത്തിന് ഒരു റബ്ബുണ്ട് കേട്ടോ, ആ റബ്ബിനെ നിങ്ങൾ അംഗീകരിക്കണം. ഈ പ്രപഞ്ചത്തിന് ഒരു അള്ളാഹ് ഉണ്ട് കേട്ടോ, ആ അള്ളാഹ് നിങ്ങൾ അംഗീകരിക്കണം. ഇതായിരുന്നില്ല റസൂലുകൾ ലോകത്തോട് പ്രബോധനം ചെയ്തത്. പിന്നെന്താ പറഞ്ഞത്? മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത്? നൂഹ് നബി ഖൗമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്ത ഉഅ്ബുദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല. ഇലാഹുൻ ഗൈറു, അല്ലാഹു അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്ക്, അല്ലാഹു അല്ലാത്തൊരു റബ്ബില്ല എന്നല്ല. കാരണം ആ കൗമ ആരും അല്ലാഹു അല്ലാത്തൊരു റബ്ബുണ്ടെന്ന് വാദിച്ചിട്ടില്ല. അല്ലാഹു അല്ലാത്തൊരു റബ്ബുണ്ട് എന്ന് വാദിച്ചെങ്കിലേ ആ റബ്ബല്ല ഈ റബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ വഇലാ ആദിൻ അഖാഹും ഹൂദ, ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ അല്ലാഹു തആല പ്രവാചകനാക്കി നിയോഗിച്ചു. ആ ഹൂദ് ജനങ്ങളോട് വന്നിട്ട് പറഞ്ഞത് എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. സൂറത്ത് ഹൂദ് അല്ലാഹു തആല കൃത്യമായി വിശദീകരിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹു അല്ലാത്ത വേറൊരു ഇലാഹില്ല. ആദ്യം അല്ലാഹുവിന്റെ വഹദാനിയത്ത് സമ്മതിക്കാൻ വേണ്ടി പറയുകയും പിന്നെ അതാത് കാലഘട്ടത്തിലുള്ള ജീർണതകളെ ഒഴിവാക്കാൻ പറയുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടായത്. ജീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല റസൂല് വന്നത് അള്ളാന്റെ വഹദാനിയത്ത് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാന്റെ വഹദാനിയത്ത് അംഗീകരിക്കുന്നതിനോടൊപ്പം അതാത് സമയത്തുള്ള ജീർണതകളെ ഒഴിവാക്കാനുള്ള കൽപ്പനയും. വഇലാ സമൂദ അഖാഹും സാലിഹ, അടുത്ത ആയത്ത്, സമൂദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരൻ, അവരെ കൂട്ടത്തിൽ നിന്ന് അവരെ സഹോദരൻ വളരെ രസകരമായ പദമാണ് അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ പുറത്തുനിന്ന് ആരെയോ അങ്ങ് IAS അയാളെ കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കുകയല്ല. ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ അല്ലാഹു തആല, അതാരാണ്? സാലിഹ. വഇദാ സമൂദ അഖാഹും സാലിഹ, സൂറത്ത് ഹൂദ്. അവരുടെ സഹോദരൻ സാലിഹിനെ നാം നിയോഗിച്ചു. എന്നിട്ട് സാലിഹ് അവരോട് പറഞ്ഞു, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഖുർആൻ അങ്ങനെ തന്നെ എല്ലാ ആയത്തിലും അത് കാണാം. ഓരോ റസൂലിനെ പറ്റി പറയുന്നിടത്തും ഇതേ വാക്ക് ഉപയോഗിച്ചായിട്ട് കാണാം. അവിടെയും പറഞ്ഞത് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. അവിടെ ഇലാഹ് റബ്ബ് എന്ന വായനയിലല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു സമൂഹത്തോട്, അല്ലാഹു അല്ലാത്ത ഈ കാണുന്ന തമാസീലുകൾ, ഈ കാണുന്ന രൂപങ്ങൾ, അതിനാണോ നിങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അള്ളാഹുവിലേക്ക് ഇടയാളന്മാരായിട്ട് ഉപയോഗിക്കുന്നത്? നല്ലത് അള്ളാഹു റബ്ബായതുപോലെ ഇതിനെയാണോ നിങ്ങൾ റബ്ബാക്കുന്നത് എന്നൊരിക്കലും ഇബ്രാഹിം നബി ചോദിച്ചിട്ടില്ല ജനങ്ങളോട്. ജനങ്ങൾ ഈ നക്ഷത്രങ്ങളോ ഇതോ ഒന്നും, ഇവിടെ റബ്ബ് ഖാല ഹാദാ റബ്ബി എന്ന് പറഞ്ഞ ആ റുബൂബിയത്ത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഞാൻ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ കൊടുക്കുന്നത് ഇവർക്ക് മാത്രമായിരിക്കും എന്ന അടിസ്ഥാനത്തിലാണ്. എന്നല്ലാതെ എൻ്റെ മാലിക്കും എൻ്റെ ഖാലിക്കും എൻ്റെ എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവരും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവരും ഓർമ്മപ്പെടുത്തുന്നവരെല്ലാം ഈ നക്ഷത്രമാണ് എന്ന അർത്ഥത്തിലല്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു തആല ലൂത്ത് നബിയെ ആ ഖൗമിലേക്ക് നിയോഗിച്ചു. ലൂത്ത് നബിയും പറഞ്ഞത് അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നാണ്. പിന്നെ വന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും അങ്ങനെ തന്നെ, അല്ലാഹു മാത്രമേ നിങ്ങൾക്ക് ഇലാഹുള്ളൂ. ഇവിടെ ഫറോവ സമൂഹത്തെ വിളിച്ചുകൂട്ടി ഒരു ഭയങ്കരമായ സമ്മേളനം. മുഖ്യപ്രഭാഷണം ഫിറഔൻ, വനാദാ ഫിർഔനു ഫീ ഖൗമി. എന്നിട്ട് ഖാല, ഫിർഔൻ പ്രസ്താവിച്ചു. പരിശുദ്ധ ഖുർആൻ അന്ന് നടന്ന ആ സമ്മേളനത്തിൽ നടന്ന പ്രഭാഷണവും അല്ലാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹുവാണ് പറഞ്ഞു തരുന്നത്. ഹദീസ, അല്ലാഹുവിനേക്കാൾ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേറെ ആരെ കൊണ്ടാണ് പറ്റുക? ഖുർആൻ ചോദിക്കുന്നു. ഖുർആൻ നമ്മൾ ചോദിക്കണം, ഒമൻ അസ്തഖു മിനല്ലാഹി ഹദീസ, അല്ലാഹുവിനേക്കാൾ നല്ല വർത്താനം പറയാൻ, സത്യസന്ധമായി വർത്താനം പറയാൻ ആരെ കൊണ്ട് പറ്റും? കാരണം അല്ലാഹു ആണല്ലോ എല്ലാറ്റിൻ്റെയും ഉടമ. എന്നിട്ട് ഖാൽ, ആ ഫറോവ പ്രസംഗിക്കുകയാണ്, ഫറോവ പ്രസ്താവിക്കുകയാണ്. എന്താ പ്രസ്താവന? അലൈസ ലീ മുൽക്കു മിസ്ര, ഈ ഈജിപ്തിന്റെ മാലിക്ക് ഞാനല്ലേ ജനങ്ങളെ? റബ്ബുക്കുമുൽ അഅ്ല എന്നതിനെ വിശദീകരിക്കുകയാണ് ഫിറഔൻ.
വാദിച്ച റുബൂബിയത്ത് ഏത് വിഷയത്തിലാണ്? ഒന്ന് ഈജിപ്തിന്റെ കാര്യം. ഈജിപ്ത് ഞാനാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ഈജിപ്തിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഞാനാണ്. അലൈസലി മുൽക്കു മിസ്ര. അതേപോലെ വഹാദിഹിൽ അൻഹാർ, ഈ നദികൾ, ഈ ചെങ്കടൽ, ഈ നൈൽ നദി, തജ്രി, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മിൻ തഹ്തി, എൻ്റെ അധികാരത്തിന്റെ ചോട്ടിലാണ്. ഞാനാണ് നൈൽ നദിയെ നിയന്ത്രിക്കുന്നത്, ഞാനാണ് ചെങ്കടലിനെ നിയന്ത്രിക്കുന്നത്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ? ഫിറോ ചോദിക്കാണ് ജനങ്ങളുള്ള സമ്മേളനത്തിൽ വെച്ച്. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിന് ചോദിക്കും, നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ ജനങ്ങളെ? മുതിശേഖങ്ങളല്ലേ നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത്, CM നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത്. നമ്മൾ നേർക്ക് നേരെ അവരോടല്ലേ ചോദിക്കുന്നത്, അവരാണല്ലോ നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ, പഴയ കാലം മുതലേ തുടങ്ങിയതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ പഠിച്ചു, മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിച്ചു. മുഹമ്മദ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിനുള്ള അധികാരം ഏൽപ്പിച്ചു. അങ്ങനെ ഭൂമിയെ മുഹമ്മദ് നബി പഠിച്ചു, ആകാശത്തെ മുഹമ്മദ് നബി പഠിച്ചു. അങ്ങനെ മുഹമ്മദ് നബി എന്ത് ചെയ്തു? ആ അധികാരം അലിയെ ഏൽപ്പിച്ചു. പിന്നെ പടക്കുന്നത് നിയന്ത്രിക്കുന്നതൊക്കെ അലിയാണ്. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഈ സമുദായത്തിൽ നടന്ന കാര്യങ്ങളാണ് കൂട്ടന്. വേറെ ഏതെങ്കിലും മതത്തിൽ നടന്ന കാര്യമല്ല, ഈ സമുദായത്തിൽ നടന്ന കാര്യം. ഇതൊക്കെ പൂർവികന്മാരായ ഷിയാക്കളായ മൊല്ലമാരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അന്ന് ഫിറോൻ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇന്നത്തെ ഫിറോന്മാരും ചോദിക്കുന്നത്. എന്താണ് വ്യത്യാസം? ഫിറോൻ അന്ന് ചോദിച്ചു, അലൈസലി മുൽക്കു മിസ്ര, ഈജിപ്തിന്റെ മാലിക്ക് ഞാനല്ലേ? ഇപ്പോഴത്തെ ഫിറോൻ പറയുന്നു, ലോകത്തിന്റെ മുദബ്ബിർ CM അല്ലേ? ആരാണ് ഏറ്റവും വലിയ ഫിറോൻ? ആ ഫിറോനോ ഈ ഫിറോനോ? ആ ഫിറോൻ വളരെ സിമ്പിൾ ഫിറോൻ. ആകെ ഈജിപ്തിന്റെ അധികാരം, ചെങ്കടലിന്റെ അധികാരം, നൈലതിന്റെ അധികാരം, പാവം. അതേസമയം CM അങ്ങനെയല്ല. CM ആലമിന്റെ മുദബ്ബിറുൽ ആലം, ആലമിന്റെ മുദബ്ബിർ. അപ്പൊ ആ ഫിറോനേക്കാൾ വലിയ ഫിറോൻ ഇവിടെയാണുള്ളത്. ആ CM മുദബ്ബിറായി കാണുന്ന ആൾക്കാർ, അവരാണ് ഏറ്റവും വലിയ ഫിറോന്മാര്. ഒരു കാഫർ എന്ന് പറഞ്ഞിട്ടുള്ള കുഴപ്പം തീർന്നിട്ടില്ല, ഇനി ഫിറോ എന്ന് പറഞ്ഞ കുഴപ്പം തുടങ്ങാൻ വന്നേ ഉള്ളൂ. എന്നുവെച്ചിട്ട് പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഖുർആനിലെ കൂട്ടരെ ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദി പ്രബോധനത്തിനെതിരിൽ ഫിർഔൻ തന്റെ നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് ആ സമ്മേളനത്തിൽ പ്രസംഗിച്ച വിഷയം അല്ലാഹ് പറയാണ് ഖുർആനില്. ഖുർആനാണിത്, ഏതൊരു വഹാബി പറഞ്ഞതല്ല. ഇബ്നു അബ്ദുൽ വഹാബോ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയോ ഇബ്നു തൈമിയോ പറഞ്ഞതല്ല ഇതൊന്നും. ഇത് അല്ലാഹ് പറഞ്ഞു തന്നത് ഫിറോൻ എങ്ങനെയായിരുന്നു എന്ന്. എന്നിട്ട് ഫിറോൻ ചോദിക്കുന്നു, അഫലാ തുബ്സിറൂ, നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ? ഞാനല്ലേ ഈജിപ്തിന്റെ ഭരണാധികാരി. അപ്പം ഫിറഔൻ വാദിക്കുന്ന റുബൂബിയത്തിന്റെ പരിമിതികൾ ഫിറൗൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഒരിക്കലും റബ്ബുൽ ആലമീൻ ഞാനാണെന്ന് ഫിറൗൻ പറഞ്ഞിട്ടില്ല. മുദബ്ബിറുൽ ആലം ഞാനാണെന്ന് ഫിറൗൻ പറഞ്ഞിട്ടില്ല. ഖാലിഖുൽ ആലം, ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഞാനാണെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ മാലിക്കുൽ ആലം, ലോകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണെന്ന് ഫിറൗൻ പറഞ്ഞിട്ടില്ല. ഫിറൗൻ പറഞ്ഞ റുബൂബിയത്തിന്റെ പരിമിതി ഖുർആൻ തന്നെ പറഞ്ഞു തന്നു. അവൻ സംശയം തീർന്നു. അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. അപ്പൊ ലോക ചരിത്രത്തിൽ പ്രവാചകന്മാര് വന്ന കാലഘട്ടങ്ങളിൽ ആ സമൂഹങ്ങൾ ആരും അള്ളാഹുവിനെ നിഷേധിച്ചിരുന്നില്ല, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ നിഷേധിച്ചിരുന്നില്ല. പ്രപഞ്ചത്തിന്റെ മാലിക് ആരാണെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എല്ലാവരും പറഞ്ഞത് അള്ളാഹു എന്ന് തന്നെയാണ്. നൂഹ് നബിന്റെ ഖൗമ് പറഞ്ഞതും അള്ളാഹു തന്നെയാണെന്നാണ്. പിന്നെ റബ്ബ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഒരിക്കലും പ്രയാസം ഉണ്ടാവാറില്ല. അള്ളാഹു ആണ് റബ്ബ് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവാറില്ല. അള്ളാഹു റബ്ബാണ്, ആ കാര്യത്തിൽ അവർക്ക് വ്യത്യാസമില്ല. അതിനാൽ റബ്ബോടൊപ്പം ഇലാഹ് പറ്റൂല, റബ്ബോടൊപ്പം റബ്ബ് പറ്റൂല എന്നല്ല, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? റബ്ബോടൊപ്പം റബ്ബ് പറ്റൂല എന്നല്ല നബിമാര് പറയുന്നത്. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, റബ്ബോടൊപ്പം വേറൊരു ഇലാഹ് പറ്റൂല. അപ്പൊ ഇലാഹോ ആ റബ്ബ് തന്നെ ആയിരിക്കണം ഇലാഹും, ആ റബ്ബ് തന്നെ ആയിരിക്കണം ഇലാഹും. അവിടെയാണ് പ്രശ്നം. പ്രവാചകന്മാരോട് വിയോജിക്കുന്നത്, പ്രവാചകന്മാരോട് എതിർക്കുന്നത്, അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾ പ്രവാചകന്മാരെ പിരാന്തനാക്കുന്നത്, പ്രവാചകന്മാരെ ഷായറാക്കുന്നത്, കാഹിനാക്കുന്നത് ഏത് വിഷയത്തിലാണ്? അള്ളാഹു റബ്ബാണ്, നിങ്ങൾ അംഗീകരിക്കണം എന്ന് പ്രവാചകന്മാർ പറഞ്ഞതുകൊണ്ടല്ല.
അള്ളാഹു ആണ് റബ്ബ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും ഒരു പ്രയാസവും. അതാണ് തന്നെയാണ് അവരെ വാദം. അത് പരിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതല്ലേ. അതിനിവര് കള്ളമായ അർത്ഥം വെക്കുകയല്ലേ ഈ കാലഘട്ടത്തിലെ ഫറോവമാര് അനുയായികളെ ബോധിപ്പിക്കാൻ. എന്താണ് കള്ളമായ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളോട് ഈ ആകാശത്തിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചപ്പോൾ, റബ്ബ് മൂന്ന് ഞാൻ പറഞ്ഞല്ലോ, റബ്ബ് റബ്ബ് ഞാൻ എപ്പോഴും പറയുന്നത് റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? 3 അധികാരാവകാശങ്ങൾ ഏതൊരുവനും മാത്രം നിക്ഷിപ്തമാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് റബ്ബ്. ഏതാണ് 3 അധികാരം? അൽ മുൽക്ക്, ഈ പ്രപഞ്ച അഖിലാണ്ടത്തിന്റെയും ഉടമസ്ഥനാകാനുള്ള അധികാരം. വൽ ഖൽഖ്, ഈ പ്രപഞ്ച അഖിലാണ്ടത്തിന്റെയും മാലിക് പടച്ചോനാവാനുള്ള അധികാരം. പടച്ചോൻ ഏവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രയോഗമാണ് ഈ പടച്ചോൻ. ഇപ്പോ കൂടുതലൊന്നും വിശദീകരിക്കേണ്ടിയില്ല. പടച്ചോൻ മലയാളികൾക്ക് സുപരിചിതമാണ് ഇപ്പൊ പടച്ചോൻ. അപ്പൊ ഉടമസ്ഥനും സൃഷ്ടിക്കുന്നവൻ പടക്കുന്നവനായ അല്ലാഹു. 3ാമത്തെ അധികാരം തദ്ബീർ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം. ഈ 3 അധികാരം ആർക്കുള്ളതാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. ആ റബ്ബ് അല്ലാഹുവാ. ഖാലു റബ്ബുനല്ലാഹ്, ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. ഇവര് പറയുന്നു ഞങ്ങളുടെ റബ്ബ് CM ആണ്. എവിടെയാ പ്രശ്നം? മുഅ്മിനീങ്ങൾ പറയുന്നു ഖാലു റബ്ബുനല്ലാഹ്, ഖാലു അവർ പറഞ്ഞു റബ്ബുന, ഞങ്ങളുടെ റബ്ബ് അല്ലാഹ്, ഞങ്ങളുടെ പടച്ചോൻ അല്ലാഹ്. ഇവര് പറയുന്നു ഞങ്ങളുടെ പടച്ചോൻ CM. വല്ലാഹി ഇവർ കാഫിർ അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇവര് നിഷേധികളല്ലെങ്കിൽ പിന്നെ ആരാണ്? ഫിറൗനേക്കാൾ വലിയ നിഷേധികളല്ലേ ഇവർ? നമ്രൂദിനേക്കാൾ വലിയ നിഷേധികളല്ലേ ഇവർ? അവരാരും അള്ളാഹുവിന്റെ പരമാധികാരം ഞങ്ങൾക്കുണ്ട് എന്ന് വാദിച്ചിട്ടില്ല. ചരിത്രം സാക്ഷി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായിട്ട് വരുന്നത് ആരിലേക്കാണ്? റസൂലായിട്ട് വരുന്നത് ആരിലേക്കാണ്? ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും അനുസരിച്ച് വളരെ കൃത്യമായി അള്ളാഹു ആരാണെന്നും ആ അള്ളാഹുവിന്റെ അധികാരം എന്തൊക്കെയാണെന്നും ആ അള്ളാഹുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഏതാണ്ട് 3,000-4,000 കൊല്ലത്തോളം വളരെ കൃത്യമായി വിശ്വസിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഒരു സമൂഹത്തിലേക്കാണ് മുഹമ്മദ് റസൂലായിട്ട് വരുന്നത്. അവരെ റബ്ബിനെ പഠിപ്പിക്കാനാണെങ്കിൽ അങ്ങനത്തെ റസൂലിന്റെ ആവശ്യമില്ല. റബ്ബിനെ പഠിപ്പിക്കലാണ് ദഅവത്തെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു റബ്ബുണ്ട്, സമതായ റബ്ബ്, സമതീയത്തുള്ള റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന റബ്ബല്ല ശരിയായ റബ്ബ്, അള്ളാഹു വേറെ ഉണ്ട്. നിങ്ങൾ പറയുന്ന അള്ളയല്ല. ഒരിക്കലും റസൂലുള്ളാഹി തങ്ങൾ അതിനു വേണ്ടിയിട്ടല്ല. നിങ്ങൾ പറയുന്ന റബ്ബ് തന്നെയാണ് അള്ളാഹ്. ആ അള്ളാഹുവിനെ നിങ്ങൾ ഇലാഹാക്കണം. ഈ 4000-ഓളം കൊല്ലം ഖുറൈശി സമൂഹം വളരെ കൃത്യമായി കഅബത്തിന്റെ റബ്ബ് അല്ലാഹുവാണ്, ഹറമിന്റെ റബ്ബ് അല്ലാഹുവാണ്, ആകാശത്തിന്റെ റബ്ബ് അല്ലാഹുവാണ്, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവാണ്. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബി വ റബ്ബുൽ അർശിൽ ഖുൽ മൻ റബ്ബുസ് സമാവാതി വൽ അർദി വ റബ്ബുൽ അർശിൽ അദീം. ആരാണ് റബ്ബ് എന്ന് ചോദിച്ചാൽ സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവാണ്. അല്ലാഹ് തന്നെയാണ് അവർ വിളിക്കുന്നത്. ഖുറൈശികൾ എന്ത് പറയുമ്പോഴും വല്ലാഹി എന്നാണ് പറയുക. മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന അതേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖിന്റെ മാപ്പാന്റെ പേര് അബ്ദുല്ല. വല്ലാഹി റബ്ബിൽ കഅബ, കഅബത്തിന്റെ റബ്ബായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്നാണ് അവർ സത്യം ചെയ്യല്. വളരെ കൃത്യമല്ലേ കാര്യം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് നിന്ന് ഖുർആൻ ശരീഫ് ഓതുന്നത് കേട്ടപ്പോൾ സ്വന്തം മനസ്സിൽ പറഞ്ഞ വിഷയം അദ്ദേഹം തന്നെ വിശദീകരിച്ചു തരുന്നുണ്ട്. വല്ലാഹി ഹാദാ ശാഇറുൻ കമാ ഖാലത്ത് ഖുറൈശ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഖുറൈശികൾ പറയും പോലെ മുഹമ്മദ് ഒരു കവി തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ദീനുൽ ഇസ്ലാമിലേക്ക് വരാനുള്ള പടവുകൾ കടക്കുകയാണ്.
ഇവിടെ വിഷയം എന്താണ്? ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷത്തിന് കാരണം എന്താണ്? ഇലാഹുകളെ കൈവിടണം എന്ന് പറഞ്ഞതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൂർവികന്മാരായ പ്രവാചകന്മാർ പറഞ്ഞത് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. മുഹമ്മദ് നബി പറഞ്ഞത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവർക്കും അറിയുന്ന വാക്കല്ലേ അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കൊല്ലത്തോളം നുബുവത്തിന്റെ തർബിയത്തിലാണ്. അഭിപ്രായം അനുസരിച്ച് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് റിസാലത്ത് കിട്ടുന്നത്. വഅൻദിർ അശീറത്തക്കൽ അഖറബീൻ എന്ന ആയത്തിറങ്ങി. ഇനി ഇങ്ങനെ പുതച്ചു മൂടി കിടന്നാൽ ശരിയാവില്ല. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതച്ചു മൂടി കിടക്കുന്ന നബിയെ, ഖും, എഴുന്നേൽക്ക്, ഇനി ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല. സ്വന്തമായിട്ട് കിട്ടേണ്ട തർബിയത്തൊക്കെ കിട്ടിക്കഴിഞ്ഞു. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. മുസമ്മിലായ നബിയെ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ, എഴുന്നേറ്റിട്ട് നിസ്കരിച്ച്. അല്ലാഹു പറയുന്ന നിബിധങ്ങളോട് ഒരേ ഘട്ടം കിടക്കല്ല, എണീക്ക് നിസ്കരിച്ച്. നാം ഭാഷയിൽ അല്ലാഹു പറയുന്ന ശബ്ദനോട് യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മുസമ്മിലെ, ഖും അൽ-ലൈൽ, രാത്രി എഴുന്നേൽക്ക്. ഖുമിൽ ലൈല യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. കുറച്ച് സമയം ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് നിസ്കരിക്കണം. ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല. ഇല്ല ഖലീല, കുറച്ച് സമയം ഒഴിവേ, ബാക്കി കംപ്ലീറ്റ് നിസ്കാരം രാത്രി. നിസ്ഫഹു, ചിലപ്പോഴൊക്കെ പകുതി നിസ്കരിച്ചാൽ മതി. പകുതി രാത്രി ഉറങ്ങലും പകുതി നിസ്കരിക്കലും. നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതി നല്ല അർത്ഥം അല്ലേ? അറബി അറിയത്തില്ല. അവിൻഖുസ് മിൻഹു ഖലീല, പകുതിയിൽ നിന്ന് കുറച്ചോ ചിലപ്പോ നന്ന ക്ഷീണമുണ്ടെങ്കിൽ അങ്ങനെ പകുതി തന്നെ വേണമെന്നില്ല, കുറച്ച് കുറക്കുന്നതിന് കുഴപ്പമില്ല. ഔ സിദ് അലൈഹി, അല്ലെങ്കിൽ പകുതിക്ക് കൂടുതലാക്കിയാലും കുഴപ്പമില്ല, നന്മയാണത്. ഉറത്തിലിൽ ഖുർആന തർത്തീല, ഇതുവരെ ഇറങ്ങിയ ഖുർആൻ ഇങ്ങനെ ഓതിക്കോളി റാഹത്തായിട്ട്. ഈണത്തിൽ നല്ല തജ്വീദോടുകൂടി ഓതാനാ പറഞ്ഞത്. അള്ളാഹ് പഠിപ്പിക്കുക റസൂലുള്ളാഹി തങ്ങളെ. അതിനാണ് നബി, നുബുവത്ത്, പരിശീലനം, തർബിയത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക്. അതേ പിറകെ ഭയങ്കരമായ സംഭവം വരാൻ പോകുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞു ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഓ മുഹമ്മദ്, നല്ല മനസ്സുണ്ടാക്കി എടുക്കണം. എല്ലാരും കൂടി കഴുകന്മാരെ മാതിരി കൊത്തി വലിക്കാൻ വരും. അന്നേരം ധൈര്യമായിട്ട് നിൽക്കണമെങ്കിൽ മനസ്സിന് നല്ല കട്ടി വേണം. നമുക്കറിയാലോ, കട്ടി വേണം. അതിന്റെ രസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ആരുടെ പക്ഷത്താണ്, ആരുടെ ചരിത്രത്തോടാണ് നമുക്ക് ചേരാൻ പറ്റുന്നത് നോക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. അപ്പുറത്ത് ദാറുൻ നദുവ എന്ന് പറയുന്ന സുന്നി സെന്ററിലെ മൗലാനമാരുമായിട്ടാണോ നമ്മൾ ചരിത്രത്തിന്റെ ചേരൽ? അതോ ഇപ്പുറത്ത് ദാറുൽ അർക്കമിലെ സലഫി സെന്ററിലെ മുഹമ്മദ് മുസ്തഫ തങ്ങളുമായിട്ടാണോ നമ്മുടെ ചരിത്രപരമായ ചേരൽ? വിലയിരുത്താലോ നമുക്ക് ചരിത്രപരമായിട്ട് ആരുടെ ചരിത്രത്തിനാണ് നമ്മൾ സാക്ഷിയാകുന്നത്? അപ്പുറത്ത് അബൂ താലിബ്, അബൂ ലഹബ് അടക്കമുള്ള ഖുറൈശി പ്രമാണിമാരായ മൗലാനമാരുടെയും ശൈഖുലമാരുടെയും സുഖവാസ കേന്ദ്രമായ ദാറുൻ നദുവ എന്ന സുന്നി സെന്ററുമായിട്ടാണോ നമുക്ക് ബന്ധം? അതോ ആരോരുമില്ലാതെ ആരോരുമില്ലാതെ ബുദ്ധിമുട്ടുന്ന പട്ടിണി പാവമായ യതീമായ ഒരാൾ, ജനപിന്തുണയില്ലാത്ത, നാട്ടിലാരും അംഗീകരിക്കാത്ത, വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ തള്ളുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടാണോ നമുക്ക് ചരിത്രപരമായ ബന്ധം? അവിടെയാണ് നമ്മുടെ ആശ്വാസം. നമ്മുടെ ആശ്വാസം അവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തോടാണ് വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരുക്കമാണ് അല്ലാഹു തആല നടത്തുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു വ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഒരു വലിയ ജോലി നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നുണ്ട്. ആ വാക്കിന്റെ അങ്ങനെ, ഇന്നാ, തീർച്ചയായും നാം, സനുൽഖി അലൈക, നിങ്ങളുടെ മേൽ ഇട്ടുതരാൻ പോകുന്നുണ്ട്, ഖൗലൻ സഖീല, വളരെ ഭാരമേറിയൊരു വാക്ക്. എന്നുവെച്ചാൽ ഭയങ്കരമായ ഒരു ഉത്തരവാദിത്തം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങളോടാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. രാത്രി നിസ്കാരത്തിൽ കഴിച്ചുകൂട്ടി. കഅബാലയത്തിന്റെ പരിസരത്തായാലും ഒറ്റക്കായാലും വീട്ടിലായാലും റസൂലുള്ളാഹി തങ്ങളുടെ നിസ്കാരം ഇറങ്ങുന്ന ആയത്തിനനുസരിച്ചിട്ട് ഇഖ്റാ ബിസ്മി മുതൽ ഇങ്ങോട്ടുള്ള സൂറത്താണ് ഇറങ്ങിയിരിക്കുന്നത്. ഇറങ്ങിയ സൂറത്ത് ഏതെല്ലാമാണോ അത് ഈണത്തിൽ ഓതാനാണ് പറഞ്ഞിരിക്കുന്നത്.
വറത്തിലിൽ ഖുർആന തർത്തീല റിസാലത്ത് കിട്ടി. അവിടുന്ന് വഴി ഇറങ്ങിയത് എന്താണ്? യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ മുദ്ദസ്സിറായ നബിയെ. അവിടെയും മൂടിപ്പോച്ച് കിടക്കുന്ന നബിയെ എന്ന അർത്ഥം. ഖും, എഴുന്നേൽക്ക്. ഇതുവരെ ഒറ്റക്കൊറ്റയ്ക്ക് ചെയ്യേണ്ട ജോലിയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സ്വന്തം ചെയ്തിട്ട് ആത്മാവിനും കൽബിനും ശക്തി കൊടുക്കേണ്ട അമലുകൾ ചെയ്യാനാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പറയുന്നത് എന്താ? ഫഅൻദിർ, മുന്നറിയിപ്പ് കൊടുക്ക് ജനങ്ങൾക്ക്. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും. ഖുറൈശികൾക്ക്, ഉപ്പുപ്പന്മാർക്ക്, കാരണവന്മാർക്ക്, തറവാട്ടുകാർക്ക്. ആർക്കാ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്? ഫഅൻദിർ. ആർക്കാണ്? എന്താണ്? എവിടെ തുടങ്ങണം? എങ്ങനെ തുടങ്ങണം? ഒരു പിടുത്തം കിട്ടുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആകമൊത്തം പ്രയാസം, ജോലി ഭാരം. എന്താ സംഭവിക്കുക? ഒരു ഒത്തുപിടിയുമില്ല അല്ലേ? ഹിറാ ഗുഹയിൽ നിന്ന് വന്ന സമയം മുതലേ ഭയങ്കര ബേജാറിലല്ലേ? സംഭവം നമുക്ക് ചരിത്രം അറിയാമല്ലോ. അഷ്റഫുൽ ഖൽക്ക് ഒറ്റക്ക് പലതും ചിന്തിച്ച സമയമുണ്ടായിരുന്നു. ജിബ്രീലിനെ കാണുമ്പോഴൊക്കെ പേടിച്ച് വിറക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് ഇത് തമാശയല്ല, കാര്യമാണ്. ബാക്കിയുള്ളവർക്ക് ചാപ്പാട്ടിന്റെ പ്രശ്നമാണ്. അബൂലഹബ്, ഉത്ബത്ത്, ശൈബത്തിനൊക്കെ ചാപ്പാട്ടിന്റെ പ്രശ്നമാണ്. തിന്നു കുടിച്ചുറങ്ങിയാൽ മതി. റസൂലുള്ളാഹി തങ്ങൾക്ക് ഉത്തരവാദിത്തം, സമൂഹത്തിന്റെ ഉത്തരവാദിത്തം അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുകയാണ് അഷ്റഫുൽ ഖൽക്കിനെ. ആരെയാണ്, എന്താണ് തുടങ്ങേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത് ഒന്നും മനസ്സിലാകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, ബേജാറാവണ്ട. വഅൻദിർ അശീറത്തക്കൽ അഖറബീൻ, നിങ്ങൾ അടുത്ത കുടുംബക്കാരെ വിളിച്ചിട്ട് മുന്നറിയിപ്പ് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾക്ക് വേണ്ടി ഒരു സൽക്കാരം ഉണ്ടാക്കി. ആദ്യം റസൂലുള്ളാഹി തങ്ങൾ ചെയ്തതാണ് വീട്ടിലൊരു സൽക്കാരം. എല്ലാരെയും വിളിക്കാൻ വേണ്ടി അലിയെ ഏൽപ്പിച്ചു. അലി അല്ലാഹു തആല അന്ന് പോയിട്ട് എല്ലാരെയും വിളിച്ചു. കുടുംബത്തിൽപ്പെട്ടവരെല്ലാം വിളിച്ചു. മൂത്താപ്പമാരുടെ മക്കള്, ബനു ഹാഷിമിനെ മുഴുവനും ഒരു ഭക്ഷണത്തിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു. അതൊന്ന് സങ്കല്പിച്ചു നോക്കിയേ മനസ്സിൽ. ഇത് ആകാശത്തിന് നടന്ന കാര്യമൊന്നുമല്ല, എന്നെ മക്കത്ത് നടന്ന കാര്യമല്ലേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു എല്ലാവരും. ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് അഷ്റഫുൽ ഖൽക്ക് മനസ്സിലാക്കി. കാരണം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. റസൂലുള്ളാഹി തങ്ങൾ എന്തിനോ ഒരുങ്ങുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അബൂലഹബിന് ചെറിയ സംശയം തോന്നി. മുഹമ്മദ് എന്തോ പറയാൻ പോകുന്നുണ്ട്, അതിനായിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായില്ല. ഏറ്റവും നല്ലത് മുങ്ങലാണ്. അബൂലഹബ് ഉടൻ തന്നെ മുങ്ങി, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ. അഷ്റഫുൽ ഖൽക്ക് ആകെ വിഷമായി. കേൾക്കേണ്ടത് അബൂലഹബ് ആയിരുന്നല്ലോ പ്രധാനമായിട്ടിട്ട് പറയാൻ പോകുന്ന വിഷയം. സദസ്സ് പിരിച്ചുവിട്ട അഷ്റഫുൽ ഖൽക്ക് കൂടുതൽ വേറൊന്നും പറഞ്ഞില്ല. ചരിത്രം രേഖപ്പെടുത്തുന്നു, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അഷ്റഫുൽ ഖൽക്ക് സൽക്കാരം വിളിച്ചു. എല്ലാവരും വന്നു, തറവാട്ടുകാരൻ മുഴുവനും വന്നു, മുത്താപ്പന്മാരെല്ലാം വന്നു, അബൂലഹബും വന്നു. റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു? ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് വാഴ്ന്നു തുടങ്ങി. ഭക്ഷണം നമുക്ക് പിന്നെ കഴിക്കാൻ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അബൂലഹബ് കുടുങ്ങി. റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ്. എന്നെ ചില ദൗത്യവുമായി അള്ളാഹു അയച്ചിട്ടുണ്ട്. ആ ദൗത്യം നിങ്ങളെ ഞാൻ അറിയിക്കാൻ പോവുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഇലാഹാക്കണം. അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് നിങ്ങൾ സമ്മതിക്കണം. അബൂലഹബ് എഴുന്നേറ്റ് പ്രശ്നം ഉണ്ടാക്കി, കുലുമാലുണ്ടാക്കി, ആകെ മൊത്തം ബഹളുണ്ടാക്കി. ആ സദസ്സ് അലങ്കോലമാക്കി അബൂലഹബ്. സദസ്സ് പിരിഞ്ഞു. ഇനി എന്ത്? ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു, മൂന്നാമത്തെ പ്രാവശ്യം അഷ്റഫുൽ ഖൽക്ക് വേറൊരു തന്ത്രമാണ് പ്രയോഗിച്ചത്. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, അറബികളിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നാട്ടുകാരെ അറിയിക്കൽ സാധാരണ സഫാ മലന്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറയലാണ്. എന്തെങ്കിലും നാട്ടുകാർ അറിയിക്കേണ്ട വിഷയം അനൗൺസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഫാ മലന്റെ മേലെ കയറിയിട്ട് നേതാവ് വിളിച്ചു പറയും. അപ്പം ജനങ്ങളെല്ലാം അവിടെ വന്നിട്ട് ആ പറയുന്ന വാക്കുകൾ കേൾക്കും. അതൊരു ശീലമാണ്. ആ ശീലം ഒന്ന് ഉപയോഗിച്ചാലോ? റസൂലുള്ളാഹി തങ്ങൾ സഫാ മലന്റെ മുകളിൽ കയറിയിട്ട് ഉറക്കെ വിളിച്ചു, യാ അഹ്ല ഖുറൈശ്, ഓ ഖുറൈശികളെ,
ഓ അബ്ദുഷംസിന്റെ മക്കളെ, ഓ അബ്ദുമനാഫിന്റെ മക്കളെ, ഇത്രയും പെട്ടെന്ന് വാ. ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ വിളിച്ചു ഹാഷിമിന്റെ മക്കളെ, അതും ആരും അത്ര മൈൻഡ് ചെയ്തില്ല. പിന്നെ വിളിച്ചു അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ. അബൂലഹബ്, അബ്ബാസ്, ഹംസ, അബൂ താലിബ് അടക്കമുള്ളവർക്ക് ഒരു അഭിമാന ബോധം വന്നു. നമ്മളെ മോൻ വിളിച്ചിട്ട് ആരും കേട്ടില്ലല്ലോ, മോൻ വഷളായല്ലോ, നമുക്ക് പോകാം. അങ്ങനെ മൂത്തൂപ്പന്മാരെല്ലാം സഫാ മലയുടെ താഴ്വാരത്തിൽ ഒരുമിച്ചുകൂടി ചോദിച്ചു, മോനെ മുഹമ്മദ്, എന്താ വിളിച്ചത്? എന്തിനാണ് ഞങ്ങളെ വിളിച്ചത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. പറ. ഈ മലയുടെ പിറകിൽ, ഈ സഫാ കുന്നിന്റെ പിറകിൽ, ഷാമിയ അടിവാരങ്ങളിൽ, സഫാ മലയുടെ പിറകിൽ ഷാമിയ മലനിരകളാണ്. ഈ ഷാമിയ മലനിരകൾക്കുള്ളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ കുറെ കുതിരപ്പടയാളികളോട് നിന്നിട്ടുണ്ട്, ഒരുങ്ങിക്കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഖാലു നഅം, തീർച്ചയായിട്ടും അംഗീകരിക്കും. ഞങ്ങളെ അറിവിൽ ഇന്ന് വരെ ഒരു തമാശക്ക് പോലും കളവ് നീ പറഞ്ഞ ചരിത്രമില്ല. അത്ര ശുദ്ധമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് നീ. ഒരു കളവ് നീ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു ചതി നീ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കും തീർച്ചയായിട്ടും. എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളി. എന്താ മോനെ മുഹമ്മദ്? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പൊ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഫലഹ യുഫ്ലിഹു എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്നുള്ളതിന് കുറെ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഫലഹ ഉണ്ട്, ഫാസ ഉണ്ട്. ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് ഫലാഹ് എന്നത് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഫൗസ് എന്നത് ആഖിറത്തിന്റെ മാത്രം വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോൾ ഹയ്യ അലൽ ഫലാഹ് എന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ ഹയ്യ അലൽ ഫൗസ് എന്ന് പറയാറില്ല. കാരണം നിസ്കാരം ദുനിയാവിന്റെ വിജയവും നിസ്കാരത്തിലാണ്, ആഖിറത്തിന്റെ വിജയവും നിസ്കാരത്തിലാണെന്നുള്ള സൂചനയാണ് ഹയ്യ അൽ ഫലാഹ്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഇവിടെയാണ് പ്രശ്നം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഇത്രമാത്രം ഖുറൈശികൾക്കിടയിൽ ഗൗരവമുള്ളതാകാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് അള്ളാഹു റബ്ബാണ് എന്ന് സമ്മതിക്കുന്ന ഖുറൈശികൾ അള്ളാഹു അല്ലാത്തൊരു ഇലാഹില്ല എന്ന് സമ്മതിക്കാൻ കൂട്ടാക്കാത്തത് എന്തുകൊണ്ടായിരുന്നു? മുഹമ്മദ് പറയുന്ന ലാ ഇലാഹയിലെ ഇലാഹ് ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഖുറൈശികൾക്ക് അറിയാം. ഇവിടുത്തെ ഷിയാക്കൾ പറയാറുണ്ട്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ, ഖുറൈശികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെക്കാൾ മിടുക്കന്മാരാണ് ഖുറൈശികൾ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ ഷിയാക്കളെക്കാൾ മിടുക്കന്മാരാണ് ഖുറൈശികൾ നമ്മൾ പറയുന്നത്. ഇവിടുത്തെ ഷിയാക്കളെ പൊട്ടന്മാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, എന്നിട്ട് അള്ളാഹുവിനോടൊപ്പം ഇലാഹുകളെ ഉണ്ടാക്കുകയും ചെയ്യുക. ഖുറൈശികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അറിയുന്നത് കൊണ്ടാണ്. ഇവിടെയുള്ള ഖൗമിന് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം, അതുകൊണ്ടാണ് ദിക്ർ അൽക്കീം ബിരിയാണിയും ആയത്. ബുദ്ധി ഇല്ലാത്തതിന്റെ ഒന്നാമത്തെ അടയാളമാണ് ദിക്ർ അൽക്കീം ബിരിയാണിയും. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടിയിട്ട് ബിരിയാണിയും വെച്ച് കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ലൈറ്റെല്ലാം കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഇൻകുലാബ് സിന്ദാബാ ഇൻകുലാബ് സിന്ദാബാ ഇൻകുലാബ് സിന്ദാബാ റാത്തി വെച്ചിട്ട് ചോറ് വെച്ചിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി നമ്മളെന്താ പറയാ? സിമ്പിൾ പരിപാടിയല്ലേ? കാരണം ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞൊരു വിപ്ലവ മുദ്രാവാക്യമാണത്. വിപ്ലവം ജയിക്കട്ടെ എന്നാണ്. അത് നിസ്സാര വിഷയമൊന്നല്ല. ഒരു നൂറ്റാണ്ട് മുഴുവനും ലോകത്ത് ചരിത്രം സൃഷ്ടിച്ചൊരു സമൂഹത്തിന്റെ വിപ്ലവ മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദ്. അത് റാത്തീബും മൗലൂദും ആക്കിയിട്ട് ബിരിയാണി തിന്ന് പിരിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ചിലപ്പോൾ ബിരിയാണി തിന്ന് പിരിയുന്നുണ്ടാവും, വേറെ കാര്യം. എപ്പോൾ അങ്ങനെയാണല്ലോ, ഏത് ആദർശം അങ്ങനെ അവസാനം ചോറും ബിരിയാണിയും തന്നെ ലാസ്റ്റ്. വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ആയിരിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ. ഖുറൈശികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അറിയാം. മുഹമ്മദ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഖുറൈശികൾ മനസ്സിലാക്കിയ ഇലാഹ് അള്ളാഹുവിനെ സ്വാധീനിക്കാൻ, അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇടയാളുകളായി തവസ്സുലും ഇസ്തിഗാസയും ചെയ്യാൻ വേണ്ടി നാം ആദരിച്ചു ബഹുമാനിച്ച്
വിളിക്കുന്ന നമ്മുടെ ഔലിയാക്കളെയാണ് മുഹമ്മദ് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുറൈശികൾക്ക് നന്നായിട്ട് അറിയാം. ഇലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് മുഹമ്മദ് പറയുന്നത് എന്താ? അല്ലാഹു റബ്ബാണ്. ആ റബ്ബിനെ സ്വാധീനിക്കാൻ അല്ലാഹു അല്ലാത്ത വേറൊരാൾ പറ്റുകയില്ല. അതുകൊണ്ടൊരു ഇടയാള് പറ്റുകയില്ല, ഒരു ശുപാർശകൻ പറ്റുകയില്ല, ഒരു ജാഹി വർഗത്തിന്റെ ആളെ പറ്റുകയില്ല. അത് നിങ്ങൾ അംഗീകരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിലും വിജയിക്കാം, നാളെ ആഖിറത്തിലും വിജയിക്കാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞ ഖുറൈശികൾ പറയും, ഖൂലു ലാ റബ്ബ ഇല്ലല്ലാഹ്, ഞങ്ങളെ മാലിക് അല്ലാഹ്. ഓക്കേ ഓക്കേ മുഹമ്മദ്, ഞങ്ങളെ മാലിക് അല്ലാഹ്. മുദ്രാവാക്യം വിളിക്കുവരും, ഞങ്ങളെ ഖാലിഖ് അല്ലാഹ്, ഞങ്ങളെ മാലിക് അല്ലാഹ്, ഞങ്ങളെ മുദബ്ബിർ അല്ലാഹ് പറ. ഖുറൈശികൾ മുഴുവനും ഒരൊറ്റ സ്വരത്തിൽ ഇവിടുത്തെ ഖതീബ് കേൾക്കുന്ന മാതിരി അവരും ചൊല്ലും. അവർക്കെല്ലാം മടിയില്ല. അതെ സർ, ഇലാഹ് അല്ലാഹു മാത്രമാണെന്ന് അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായത്. കാരണം മുഹമ്മദ് ഉദ്ദേശിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് ഉദ്ദേശിക്കുന്ന ഇലാഹ് ആരെ പറ്റിയാണ്? ഖുറൈശി സമൂഹം പരമ്പരാഗതമായി ബഹുമാനിച്ച് ആദരിച്ചു പോകുന്ന മരിച്ചുപോയ മഹാന്മാരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഇടയാളുകളാക്കി ഇവർ കൂട്ടുന്ന ശുഫആക്കളാക്കി, ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ ശുപാർശകരാണ് ഈ ലാത്തയും ഉസ്സയും, ഈ തങ്ങന്മാരും ഈ ബീവിമാരും. അതേപോലെ തന്നെ ഞങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള മഹാന്മാരാണ് ഇവരൊക്കെ എന്ന് ചിന്തിച്ച് പരമ്പരാഗതമായി അതാണ് മതം, അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദീൻ. റബ്ബായ അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് അതാണ്. അള്ളാഹു താല അള്ളാനെ ഒറ്റക്ക്, അള്ളാനെ മാത്രമായിട്ട് വിളിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാന്റെ ഒന്നിച്ച് മഹാന്മാരെയും കൂടി കൂട്ടി വിളിക്കലാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഇതാണ് ഖുറൈശി സമൂഹം വിശ്വസിച്ചു പോകുന്നത്. അതിനെതിരായിട്ടാണ് മുഹമ്മദ് മുസ്തഫാന്റെ പ്രസംഗം വരുന്നത്. നിങ്ങൾ ഈ ആദരിച്ച് ബഹുമാനിച്ച് അള്ളാഹുവിനോടൊപ്പം ചേർത്ത് വിളിക്കുന്ന ഇവരെ നിങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് അള്ളാഹനെ മാത്രമേ വിളിക്കാവൂ. ഉഅ്ബുദൂ റബ്ബക്കും വലാ തുശ്രികൂ ബിഹി ശൈആ. എന്റെ ബഹുമാനമുള്ളവരെ, സഫാ മലയുടെ താഴ്വാരത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഖുറൈശി കൂട്ടത്തിന് ഹാലളകി. എല്ലാവർക്കും പ്രശ്നം, മൂത്തൂപ്പന്മാർക്കെല്ലാം പ്രശ്നം. ആ കൂട്ടത്തിൽ എല്ലാവരും ദേഷ്യം കടിച്ചിറക്കി. എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട ഔലിയാക്കൾ വിടണമെന്നോ? അല്ലാഹു തആല നമ്മളെ കാര്യങ്ങൾ നടത്തി തരുന്നത് അവരെ ബർക്കത്ത് കൊണ്ടാണ്. അല്ലാഹു തആല നമുക്ക് ഭക്ഷണം തരുന്നത് അവരെ പോരിശ കൊണ്ടാണ്. അല്ലാഹു തആല നമ്മളെ ഇഷ്ടപ്പെടുന്നത് അവരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അള്ളാഹ് നമുക്ക് ആധിപത്യ കച്ചവടത്തിൽ ബർക്കത്ത് തരുന്നത് ആ മഹാന്മാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഈ മുഹമ്മദ് എന്താണ് ഈ പറയാൻ പോകുന്നത്? അള്ളാഹിന്റെ ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമല്ലേ അത്? അള്ളാഹ്ക്ക് നമ്മളോടുള്ള ഇഷ്ടം നഷ്ടപ്പെടുന്ന, അള്ളാഹ്ക്ക് നമ്മളോട് വെറുപ്പ് വരുന്ന കാര്യമല്ലേ മുഹമ്മദ് പറയുന്നത്? ഈ ഔലിയാക്കന്മാരൊന്നും പറ്റൂല എന്ന്, ഈ ഇലാഹ് മഅബൂദുകളൊന്നും പറ്റൂല, അള്ളാഹ് മാത്രമേ പറ്റുള്ളൂ, അള്ളാഹു അല്ലാത്തവരെ ആരെയും ഇതിൽ പരിഗണിക്കാൻ പറ്റൂല എന്നാ മുഹമ്മദ് പറയുന്നത്. ഇത് അള്ളാഹ് കോപിക്കൂലേ? അള്ളാഹിന്റെ ശാപം ഇറങ്ങൂലേ? ഇതായിരുന്നു ഖുറൈശി പ്രമാണിമാരുടെ, ഖുറൈശി മൗലാനമാരുടെ പ്രസംഗവും വാദവും. അങ്ങനെയാണ് അവർ ഔലിയാക്കളെ പഠിപ്പിച്ചത്. ആധുനിക ലോകത്തുള്ള ഖുറൈശികൾ, ആ വർത്തമാനകാല ഖുറൈശികൾ, മൗലാനമാരും വല്ലമാരും പാവപ്പെട്ട സാധാരണക്കാരനെ മൊയ്‌ദി ശേഖ് തങ്ങളെയും ലിഫായി ശേഖ് തങ്ങളെയും മമ്പർത്ത തങ്ങളെയും CM-നെയും പറഞ്ഞു പേടിപ്പിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടം ഇതാണ്, ഇവരെ കൈവിട്ടാൽ അള്ളാഹ് നമ്മളെ കൈവിടും, ഇവരെ പിടിച്ചാൽ അള്ളാഹ് നമ്മളെ പിടിക്കും, ഇവരെ സ്നേഹിക്കും, ഇങ്ങനെ പറഞ്ഞ് ഇതേപോലെ തന്നെയാണ് ഖുറൈശി സമൂഹത്തിലെ മൗലാനമാരും വല്ലമാരും അന്ന് ഇന്നത്തെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അതിനെതിരായിട്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ലാ ഇലാഹ എന്ന് പറയുന്നത്. ലാ ഇലാഹ, നിങ്ങൾ ഈ പറയുന്ന ഒരു മഅബൂദിനെയും പരിഗണിക്കാൻ പറ്റുകയില്ല, അള്ളാഹ്ക്ക് പകരം അള്ളാഹു മാത്രം. അള്ളാന്റെ ഇഷ്ടം കിട്ടാൻ അള്ളാഹിനോട് ചോദിച്ചാൽ മതി, അള്ളാന്റെ ബർക്കത്ത് കിട്ടാൻ അള്ളാഹിനോട് ചോദിച്ചാൽ മതി, കച്ചവടത്തിൽ ലാഭം കിട്ടാൻ അള്ളാഹിനോട് ചോദിച്ചാൽ മതി, സൂക്കേട് മാറാൻ അള്ളാഹിനോട് ചോദിച്ചാൽ മതി. ഈ വിഷയത്തിലൊന്നും അള്ളാഹു അല്ലാത്ത ആരെയും ഒരു വിധത്തിലും നിദ്ദൻ, പകരക്കാരായിട്ടും പരിഗണിക്കാൻ പറ്റൂല, ശരീക്കൻ, പാർട്ട്ണറായിട്ടും പരിഗണിക്കാൻ പറ്റൂല, ലഹീറൻ, സഹായിയായിട്ടും പരിഗണിക്കാൻ പറ്റൂല, ഷഫീഅൻ, ശുപാർശകനായിട്ടും പരിഗണിക്കാൻ പറ്റൂല, വസീലൻ, ഇടയാളായിട്ടും പരിഗണിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹ. അതുകൊണ്ട് ആകെ മൊത്തം പ്രശ്നം ഇവിടെയാണ്. ഖുറൈശി സമൂഹത്തിന്റെ മനസ്സ് നാം വായിക്കേണ്ടത്. ഖുറൈശികൾ രണ്ട് ഭാഗമായിട്ട് പിരിഞ്ഞു.
ഖുറൈശി സമൂഹം രണ്ട് ഭാഗമായിട്ട് പിരിഞ്ഞു. ഒന്ന് അബൂ താലിബിന്റെ നേതൃത്വത്തിൽ മരിച്ചുപോയ മഹാന്മാരെ വെച്ചുകൊണ്ട് അധികാരവും പണവും അതേപോലെ തന്നെ അഡ്രസ്സും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭാഗം. അക്കൂട്ടത്തിലാണ് ഉത്ബത്ത്, ഷൈബത്ത്, അബൂ ജഹ്ല്, അബൂ ലഹബ് മുതലായവർ. വർത്തമാന കാലഘട്ടത്തിൽ സാദാ സീതാ മുസ്ലിമീങ്ങൾക്കിടയിൽ രണ്ട് വിഭാഗം. ഒരു വിഭാഗം അബൂ താലിബിനെ പോലെയുള്ള പുരോഹിതന്മാര്. ആ പുരോഹിതന്മാര് പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്ന അധികാരം, പണം, അതേപോലെ തന്നെ പത്രാസ്, ഗുണ്ടകൾ, ബഹളങ്ങൾ, ഭൂരിപക്ഷം, ഇതിനൊക്കെ അനുകൂലമാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ മരിച്ചുപോയവരുമായി മനസ്സിനെ ബന്ധിപ്പിച്ച് കപട ആത്മീയതയുണ്ടാക്കി ആ ആത്മീയതയുടെ പേരും പറഞ്ഞ് സാധാരണക്കാരനെ പിഴിയുന്ന പുരോഹിത വർഗം, അബൂ താലിബിന്റെ നേതൃത്വത്തിലുള്ള വർഗത്തെ പോലെ. മറുഭാഗത്ത് ഈ പുരോഹിതന്മാര് പറയുന്നതാണ് സത്യം എന്ന് വിശ്വസിച്ച് ഔലിയാക്കളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അള്ള കൈവിടും, ലാത്തനെ ഇടക്ക് കൂട്ടിയിട്ടില്ലെങ്കിൽ അള്ള തരൂല, ഉസ്സനെ ഇടക്ക് വസീലയാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മനാത്തനെ വസീലയാക്കിയിട്ടില്ലെങ്കിൽ, ഷഫാഅത്തിന് വേണ്ടി ശുപാർശകരാക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അള്ള ഇഷ്ടപ്പെടുന്നത് ഔലിയാക്കളെ ചേർത്ത് പറയലാണ്. അള്ള ഇഷ്ടപ്പെടുന്നത് ഔലിയാക്കളെയും കൂടി കൂട്ടിയിട്ട് ദ്വാരക്കലാണ്. ഇതാണ് അബൂ താലിബ്, അബൂ ലഹബ് അടക്കമുള്ള പുരോഹിതന്മാർ സാധാരണക്കാരനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ആ സാധാരണക്കാരനാണ് ഇങ്ങനെ ചിന്തിച്ചത്. വലിയ വലിയ ഉസ്താദുമാര് പറയും പോലെ, മൗലാനമാരും ശൈഖുനമാരും പറയും പോലെ അള്ളാഹുവിനോടൊപ്പം ഔലിയാക്കളും കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ, അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പൊ അള്ളാഹിനെ ഇഷ്ടപ്പെടുത്താൻ ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ. ഖുറൈശികളുടെ കൂട്ടത്തിന്റെ വിഭാഗം അള്ളാഹിനെ ഇഷ്ടപ്പെടുത്താൻ ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ. വേറൊരു വിഭാഗം കാശുണ്ടാക്കാൻ ഔലിയാക്കളെ സ്നേഹിക്കണമെന്ന് പറയുന്നവർ. അബൂ താലിബിനെ പോലെ, ഉത്ബത്തിനെ പോലെ, ഷൈബത്തിനെ പോലെ, അബൂ ലഹബിനെ പോലെ. വേറൊരു വിഭാഗം അള്ളാഹുവിനെ കൈമലാക്കാൻ ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ. പാവപ്പെട്ട സാധാരണക്കാർ, അവർക്ക് അധികാരമോ പണമോ അല്ല വിഷയം, മറിച്ച് അള്ളാഹിന്റെ ഇഷ്ടമാണ് വിഷയം. ഏതല്ലാ? നമ്മൾ ഇന്ന് വിളിക്കുന്ന അല്ലാ. മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹിലെ അല്ലാ. ആ അള്ളാന്റെ ഇഷ്ടം ഔലിയാക്കളിലൂടെ വേണം കിട്ടാൻ. ഔലിയാക്കളെ കൈവിട്ടാൽ അള്ളാഹ് നമ്മളെ കൈവിടും. അതുകൊണ്ട് ഔലിയാക്കളോടുകൂടി മാത്രമേ അള്ളാഹു ഉള്ളൂ എന്ന അടിയുറച്ച വിശ്വാസത്തിലുള്ള ഖുറൈശി സമൂഹത്തിലെ വേറൊരു വിഭാഗം. ഈ രണ്ട് വിഭാഗങ്ങളോടാണ് അഷ്റഫുൽ ഖൽഖ് ദഅവത്ത് ചെയ്യുന്നത്. ആ വിഭാഗത്തിന്റെ നേതൃത്വമാണ്, രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിന്റെ നേതൃത്വമാണ് ആര്? അബൂബക്കർ ബിൻ അബീ ഖുഹാഫ, അതേപോലെ തന്നെ അലിയുൽ മുർത്തദ, അതേപോലെ തന്നെ ഉമർ ബിനുൽ ഖത്താബ്, അതേപോലെ ഉസ്മാൻ ബിനുൽ അഫ്ഫാൻ, അതേപോലെ ഖദീജത്തുൽ കുബ്ര. ഇവരൊക്കെ നേരത്തെ മുഹമ്മദ് മുസ്തഫ റസൂലായി വരുന്നതിന് മുമ്പ് ഈ മഹാന്മാരുണ്ടെങ്കിലേ അള്ളാഹു ഉള്ളൂ, അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുള്ളൂ, അള്ളാഹുവിന്റെ കാര്യങ്ങൾ നേടാൻ പറ്റുകയുള്ളൂ എന്ന് അന്ധമായി മൗലാനമാരിലൂടെ വിശ്വസിച്ച സമൂഹം. ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി, മുഹമ്മദ് എന്താണ് ഈ പറയുന്നത്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കാണ് മുഹമ്മദ് പറയുന്നത്, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത വാക്കാണ് മുഹമ്മദ് പറയുന്നത്. മുഹമ്മദ് പറയും പോലെ എല്ലാ ഔലിയാക്കന്മാരെയും ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു തആല വെറുക്കും. എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? അള്ളാഹിനെ സ്നേഹിച്ചതിന്റെ പേരിലാണ് അവർ അഷ്റഫുൽ ഖൽഖിനെ എതിർത്തത്. ഇന്നത്തെ ശിയാക്കളുടെ കൂട്ടത്തിൽ സാധാരണക്കാരെ പോലെ സാധാരണക്കാരൻ സലഫിയത്തിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹിനെ സ്നേഹിച്ചതിന്റെ പേരിലാണ്. അള്ളാഹിനെ കിട്ടണമെങ്കിൽ ഔലിയാക്കൾ വേണമെന്ന ഈ പുരോഹിതന്മാരുടെ നിരന്തരമായ പ്രസംഗം കേട്ട് അത് തലയിൽ കയറ്റിയിട്ടാണ് ഇവിടുത്തെ സാധാരണക്കാരൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് വഹാബിനെ സലഫിയത്തിനെ എതിർക്കുന്നത്. ആധുനികന്റെ ഈ കേരളക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ വഹാബിയെ എതിർക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അവർ കല്ലെറിഞ്ഞത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ചീത്ത പറഞ്ഞത്, അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ സ്റ്റേജ് പൊളിച്ചത്. വളരെ കൃത്യമായിട്ട് നമുക്ക് ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്താം. അവരെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അവരുടെ പുരോഹിതന്മാർ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അങ്ങനെയാണ്. പുരോഹിതന്മാരുടെ ലക്ഷ്യം എന്താ? ഈ പാവപ്പെട്ട സാധാരണക്കാരൻ ജാറങ്ങളെയും ഔലിയാക്കളെയും വിശ്വസിച്ചെങ്കിൽ മാത്രമേ അവരെ കൊള്ളയടിക്കാൻ പറ്റുകയുള്ളൂ, അവരെ വെച്ച് കാശുണ്ടാക്കാൻ പറ്റുകയുള്ളൂ, അവരെ വെച്ച് സെന്ററുകൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ, അവരെ വെച്ച് സമ്പത്തുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ കടുകടുത്ത വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട്
അതുകൊണ്ട് തന്നെ അള്ളാഹിനെ സ്നേഹിക്കാൻ വേണ്ടി അവർ സലഫിയത്തിനെ എതിർത്തു, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ സലഫിയത്തിനെ എതിർത്തു. ആ എതിർപ്പ് തികച്ചും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അതേപോലെ അബൂ താലിബ് അടക്കമുള്ളവർ, അബൂലഹബ് അടക്കമുള്ളവർ എതിർപ്പ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ എതിർത്തത് ഈ സാധാരണക്കാരൻ വഴിമാറിക്കളയുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു. ഇന്നും അതിലെ സംഭവങ്ങൾ. ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്താണ്? ഇവിടുത്തെ സാധാരണക്കാരന് മനസ്സിലായി പോകുന്നുള്ള പേടി. ഒരു ഭാഗത്ത് CM എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പടച്ചോനാണ് എന്ന വാദം, വേറൊരു ഭാഗത്ത് ഇസ്തിഹാസ അവരോട് നേർക്കുനേരെ ചോദിച്ച് വാങ്ങണം, അതാണ് ആവശ്യം, അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്ന വാദം. ഇതിലൂടെ മഹാഭൂരിപക്ഷം വരുന്നവരെ സ്വന്തം ചൊൽപ്പിടിക്കൊത്ത് നിർത്താൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു മാത്രം എന്ന് പറയുന്നവരോട് കടുകടുത്ത വെറുപ്പും വിദ്വേഷവും ഈ പാവപ്പെട്ട സാധാരണക്കാരനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഹംസ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നു. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. ഹംസ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖിനെ എതിർത്തിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. പക്ഷെ അഷ്റഫുൽ ഖൽഖിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കാണ് മുഹമ്മദ് പറയുന്നത് എന്നതുകൊണ്ട്. എന്താണ് ഇഷ്ടക്കേട്? ഔലിയാക്കളെ തല്ലി പറയുന്നു മുഹമ്മദ്, അള്ളാഹ് മാത്രം മതി എന്ന് പറയുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാത്തയും ഉസ്സയും വേണ്ടെന്ന് പറയുന്നു മുഹമ്മദ്. ഇബ്രാഹിം നബിന്റെ ഇസ്മായിൽ നബിന്റെ ജാറത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് ജാഹു ബർക്കത്ത് പറയണ്ടെന്ന് പറയുന്നു മുഹമ്മദ്. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മുഹമ്മദിന് വകതിരിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മുഹമ്മദ് ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. മുഹമ്മദിന്റെ എന്തോ ഒരു സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതൊക്കെയായിരുന്നു ഹംസ വിശ്വസിച്ചു പോകുന്നത്. എന്ന് വെച്ചിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖിനെ എതിർക്കാനോ അഷ്റഫുൽ ഖൽഖിനെ ആക്രമിക്കാനോ ഒന്നും തയ്യാറായില്ല. അങ്ങനെയാണ് ഒരു ദിവസം ഹംസ റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്നത് അബൂജഹൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ വല്ലാതെ സഫാ മലയുടെ അടുത്ത് വെച്ച് ചീത്ത പറയുകയും കല്ലുകൊണ്ട് എറിയുകയും പുലഭ്യം പറയുകയും ചെയ്തു എന്ന വർത്തമാനം ഹംസ കേൾക്കുന്നത്. അത് കേട്ട ബാധി കേൾക്കാത്ത ബാധി പിന്നെ വേട്ടക്ക് പോയിട്ട് വേട്ടയും കഴിഞ്ഞ് വന്ന് ആ അമ്പും വില്ലും എടുത്തിട്ട് അതേപോലെ ഒരു ക്ലബിലേക്ക് കയറി ചെന്നു. ഖുറൈശികൾ ഇരിക്കുന്ന ഒരു ക്ലബ്ബ്, അബൂജഹൽ ആ ക്ലബിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കയറി ചെന്നു. വർത്തമാനൊന്നും കൂടുതൽ പറഞ്ഞില്ല. നീ എന്റെ പിതൃവ്യപുത്രനെ, എന്റെ മോനെ നീ കണ്ട ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞു അല്ലടാ എന്നും പറഞ്ഞ ആ അമ്പെടുത്തിട്ട് 2 തലക്കങ്ങ് കുടിച്ചു. അബൂജഹലിന്റെ തല പൊട്ടി കീറി ചോരയൊഴിച്ചു. ആകെ പ്രക്ഷുബ്ധമായി. ആ സദസ്സടങ്ങി. മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട പ്രബലന്മാര് അബൂജഹലിനെ സഹായിക്കാൻ വേണ്ടി എത്തി. ഹംസാനെ അടിക്കാനും ഹംസാനെ ഇടിക്കാനുമായി എത്തി. അബൂജഹൽ പറഞ്ഞു, വേണ്ട, പ്രശ്നമാക്കണ്ട. ഹംസക്ക് ദേഷ്യം പിടിച്ചത് ചെറിയ കാര്യത്തിലൊന്നുമല്ല. ഞാൻ അത്രമാത്രം മുഹമ്മദിനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ എല്ലാവരും ക്ഷമിച്ചോളാം. കാരണം അബൂജഹൽ വല്ലാത്ത ഒരു സമർത്ഥനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്. അബൂജഹലിന് അറിയാം മഖ്സൂം ഗോത്രക്കാരും അബ്ദുമനാഫ് ഗോത്രക്കാരും കൂടി ഇവിടെ യുദ്ധം തുടങ്ങിയാൽ അഭ്യന്തര കലഹം രൂക്ഷമാവും മക്കത്തെന്ന് അറിയാം. കാരണം ഖുറൈശി കൂട്ടം അബ്ദുമനാഫിന്റെ കുടുംബം അടങ്ങിയിരിക്കൂല. അതേപോലെ തന്നെ അപ്പുറത്ത് മഖ്സൂമി കുടുംബവും അടങ്ങിയിരിക്കൂല. ഹംസ റളിയല്ലാഹു തആല ആ സമയത്ത് അബൂജഹലോട് പറഞ്ഞു, നീ എന്റെ മോൻ മുഹമ്മദിനെ ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞു അല്ലേ? നീ മനസ്സിലാക്കിക്കൊള്ളുക, എന്റെ മോൻ മുഹമ്മദിനെ ചീത്ത പറയുമ്പോൾ നീ ശ്രദ്ധിക്കണം, ഞാനും ആ മുഹമ്മദിന്റെ മതത്തിലാണ്. ഒരു വാക്ക് പറയും. ആ ഒരു വാക്ക് ഹംസയെ വല്ലാതെ ഉറക്കം കെടുത്തി. ഞാൻ ഔലിയാക്കൾക്കെതിരായിട്ടാണോ സംസാരിച്ചു പോയത്? ഔലിയാക്കളെ തള്ളിപ്പറയുന്ന മുഹമ്മദിന്റെ ഒന്നിച്ചാണെന്നാണോ ഞാൻ പറഞ്ഞത്? മോശമായി പോയി. ഇനി എന്താണ് സംഭവിക്കുക? എൻ്റെ അള്ളാഹ് എന്നെ കൈവിട്ട് കളയുമോ? എൻ്റെ അള്ളാഹ് എന്നെ വെറുത്ത് കളയുമോ? നിങ്ങൾ ആലോചിക്കണം ഇവിടുത്തെ സാധാരണക്കാരൻ്റെ മനസ്സ്. ഇവിടുത്തെ മരീശക്കങ്ങളെയും അമൃതത്വങ്ങളെയും കൊണ്ട് കിടക്കുന്ന സാധാരണക്കാരൻ്റെ മനസ്സ് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. ഹംസ റളിയല്ലാഹുവിന്റെ മനസ്സാണ്. ഹംസ റളിയല്ലാഹുവിനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിന്തിക്കുക, പരക്ക് പോയിട്ട് ഞാൻ മുഹമ്മദിന്റെ ദീനിലാണെന്ന് പറഞ്ഞു പോയല്ലോ. എന്ന് വെച്ചാൽ അള്ളാഹുവിനോടൊപ്പം വേറെ ആരെയും പറ്റൂല, ഒരു മഹാനും പറ്റൂല, മഹദിയും പറ്റൂല എന്ന മുഹമ്മദിന്റെ വാദത്തോടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ വെറുത്ത് കളയുമോ?
അള്ളാഹു എന്നെ കൈവിട്ട് കളയുമോ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്കാണോ ഞാൻ പറഞ്ഞു പോയത്? മുഹമ്മദിന്റെ ഒന്നിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞത് മോശമായോ? എൻ്റെ ഉപ്പപ്പന്മാര് കാക്ക കാരണവന്മാര് പഠിപ്പിച്ചെന്ന ഔലിയാക്കന്മാരുണ്ടെങ്കിലേ അള്ളാഹുവിൽ നിന്ന് കിട്ടുള്ളൂ എന്ന വിശ്വാസത്തിനെതിരിൽ ഔലിയാക്കന്മാരില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോലെ ആയിപ്പോ ഉറക്കം കിട്ടുന്നില്ല. ഹംസ അള്ളാഹുവിന് പറയുന്നു, എനിക്ക് ഉറക്കം കിട്ടിയില്ല രാത്രി. പാതിരാനേരത്ത് എഴുന്നേറ്റ് ഹംസ രണ്ട് കൈ അള്ളാഹുവിലേക്ക് നീട്ടി. എന്താണ് ഹംസ അള്ളാഹു തആല പറഞ്ഞത് അള്ളാഹുവിനോട്? അല്ലാഹുമ്മ, അള്ളാഹുവേ. ഏതല്ലാണ് ഹംസ അള്ളാഹിനെ വിളിച്ച അല്ല ഏതാണ്? മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല അല്ലാഹ്. അല്ലാഹുമ്മ ഇൻ കാന മാ ഖുൽതുഹു സിദ്ഖൻ ഫസദ്ദിഖ്നി, അല്ലെങ്കിൽ റുഷ്ദൻ ഫസദ്ദിഖ്നി. ഞാൻ മുഹമ്മദിന്റെ ദീനിലാണ് എന്ന് ഞാൻ പറഞ്ഞത് അതാണ് വിജയത്തിന്റെ മാർഗമെങ്കിൽ, അതാണ് എൻ്റെ സന്മാർഗത്തിന്റെ മാർഗമെങ്കിൽ, മുഹമ്മദിന്റെ ഒന്നിച്ചാണ് സത്യമുള്ളതെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് സത്യമാക്കി പുലർത്തി തരണേ അല്ലാഹുവേ. ആരതാ ചെയ്യുന്നത്? ഇത് സാധാരണക്കാരൻ, ഇന്നലെ വരെ കുത്തുബിത്തും കഴിച്ച് നടന്ന സാധാരണക്കാരൻ. ഓൻ അള്ളാഹിനോട് ദുആ ചെയ്യാണ്, തൗഹീദിന്റെ പ്രസംഗം കേട്ടിട്ട് പരക്കുവന്നിട്ട്, അല്ലാ ഞാൻ മൊയ്‌ലീശേഖങ്ങളെ സഹായത്തിനാണല്ലോ വിളിച്ചത്, യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എങ്ങനെ കുത്തുബിയത്ത് പോസ്റ്റ്മോർട്ടം നല്ലതാ, ഇപ്പൊ നല്ല തമാശയാ. കുത്തുബിയത്ത് ഒരാളെ എന്നെ പഠിപ്പിക്കുക, അയാളെ വേറെ ആൾ പഠിപ്പിക്കുക കുത്തുബിയത്ത്. എങ്ങനെയുണ്ട്? ചൊയ്ലിക്ക് കുത്തുബിയത്ത് അറിയാന്ന് പറഞ്ഞിട്ട് പേരോട് എത്ര എനിക്ക് കുത്തുബിയത്ത് പഠിപ്പിക്കുക. അപ്പം നൗഷാദ് ഹസനി പേരോടിന് കുത്തുബിയത്ത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ പഠിപ്പായി ഇപ്പോ. എങ്ങനെ പഠിപ്പ് കുത്തുബിയത്ത് പഠിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് എങ്ങാനും തലശ്ശേരിയിൽ നടന്ന പഴയകാല സംഭവങ്ങൾ 1980-കളിലാണത്, 40 കൊല്ലം മുമ്പ്. അന്ന് പേരോട് അബ്ദുറഹ്മാൻ മുത്തല്ലിമാണ്. മട്ടാമ്പുറം പള്ളിയിലാണ് പഠിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. മട്ടാമ്പുറത്താണോ നാദാപുരത്താണോ എനിക്കറിയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാം കേട്ടവരല്ലേ? അത്രയല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു, ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടില്ല. അതന്ന് മട്ടാമ്പുറം ദർസുണ്ട്. ഇബ്രാഹിം മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു വയനാട്ടുകാരനാണ് മുദരീസ്. നാദാപുരം വലിയ ദർസുണ്ട്, വലിയ ദർസ് കിടക്കുന്ന സ്ഥലമാണ്. അവിടെയാണോ ഇവിടെയാണെന്ന് എനിക്ക് ഉറപ്പില്ല. വിദ്യാർത്ഥിയാണ് പേരോട് അബ്ദുറഹ്മാൻ. ഞാൻ പള്ളിയിലെ ഖത്തീബാണ്, സ്റ്റേഡിയം പള്ളിയിലെ. എന്നിട്ട് ചുഴലി കളി പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു വെല്ലുവിളി നോട്ടീസൊക്കെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? പക്ഷെ എന്ത് കാര്യത്തിനാണ് വെല്ലുവിളി എന്നറിയാമോ? തൗഹീദും ശിർക്കൊന്നുമല്ല. അന്ന് സമസ്ത ഒന്നാണ്, സമസ്ത പെടന്നിട്ടില്ല. അന്ന് മൂവൻ സമസ്ത, EK വക്രൂസിയുടെ സമസ്ത. അങ്ങനെ എനിക്കെതിരായിട്ട് SVSകാർ തലശ്ശേരി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സമ്മേളനം വെച്ചു. EK വക്രൂസിലാരാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഞാനന്നൊരു പയ്യൻ, പണ്ടരാവന മാതിരി ഒരു തൊപ്പിയിട്ട് ഒരു ജിന്നാക്കെ പൊട്ട് സൂട്ടേസ് കൊടുത്തിട്ട് ഇങ്ങനെ വേദം പറഞ്ഞു നടക്കുന്നിട്ട് എനിക്കെതിരായിട്ട് ഇവനാടാ ഈ ചൊഴലി എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി EK വക്രൂസിലാർ. പിന്നെ അദ്ദേഹത്തെ കാണുന്ന പൂച്ചക്കാട് ഉതിരിസേറ്റ് വന്നപ്പോഴാണ്. അങ്ങനെ EK വക്രൂസിലാർ പൂച്ചക്കാട് ഉതിരിസേറ്റ് വന്നിട്ടില്ലേ? അന്നൊരു വെല്ലുവിളി. എന്താ വെല്ലുവിളി എന്ന് പറയാം ഞങ്ങള്? ശരിയാണ്, ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. SYSകാർ ആ വെല്ലുവിളി നടത്തി എനിക്കെതിരായിട്ടൊരു വെല്ലുവിളി നോട്ടീസ് ഇറക്കി. ചൊഴലി തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട്. വിശക്കണം. തൗഹീദും ചുരുക്കൊന്നുമില്ല. അന്നിങ്ങനെ തൗഹീദും ചുരുക്കി EK വരത്തില്ല. അന്ന് മുജാഹിദീങ്ങളൊന്നും അത്ര കൂടുതലൊന്നും തലശ്ശേരിയില്ല. അന്ന് 80-കളിലാണ്. അത് എണ്ണപ്പെട്ടവര് മാത്രം. അന്ന് ഇന്നത്തെ മാതിരി ബഹളമൊന്നുമില്ല. വെല്ലുവിളി കേൾക്കണം. നിങ്ങൾക്ക് എന്താണെന്ന് പേരോട് അബ്ദുറഹ്മാൻ എന്നെ വെല്ലുവിളിച്ചത് അടക്കം സ്ത്രീധനം. ഞാൻ സ്റ്റേഡിയം പള്ളിയിലെ ഖുതുബ മിമ്പറിൽ വെച്ച് ഞാൻ പറഞ്ഞു, സ്ത്രീധനം ഹറാമാണ്, സ്ത്രീധനം കൊള്ളയാണ്. കാരണം ഇന്നത്തെ സ്ത്രീധനമല്ല അന്ന് പെണ്ണിന്റെ ഉപ്പാലത്തിന് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം കൊള്ളയടിക്കും. എന്നിട്ട് ഇവന്റെ ഉപ്പയും ഉമ്മയെല്ലാം കൂടി അതുകൊണ്ട് തിന്നു. അന്നത്തെ സ്ത്രീധനം. ഇന്നത്തെ സ്ത്രീധനം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അതുമായിട്ട് എത്ര വലിയ ബന്ധമില്ല, പരിചയമില്ല. ഈ സ്ത്രീധനം ദുൽമാണ്, അതുകൊണ്ട് ഹറാമാണ്. ഞാൻ പ്രസംഗിച്ചു ഖുതുബയിൽ സ്റ്റേഡിയം പള്ളിയിൽ വെച്ച്. അതെ, അന്നാണ് കുറെ ആത്മഹത്യകൾ നടന്നത്. പെണ്ണിനെ വായിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ട് സ്ത്രീധനം കൊടുക്കും. ആ പൈസക്കാണ് ചെക്കൻ്റെ ഉപ്പ ചെക്കൻ്റെ പെരൻ്റെ സെൻസൈഡ് വാർക്കുക. സ്ത്രീധനം വാങ്ങിയ പൈസക്ക് ഒരു ഉളുപ്പുമില്ലാണ്ട വാങ്ങുക ലക്ഷങ്ങള്.
എന്നിട്ട് അപ്പൈസക്ക് ബിരിയാണി വെക്കും. ഞാൻ അന്നേ പറയാറുണ്ട്, സ്ത്രീധനം വാങ്ങിയിട്ട് ബിരിയാണി വെക്കുന്ന ചെക്കൻ്റെ പുറക്കുവറ്റ് ബിരിയാണി തിന്നാൽ പെണ്ണിൻ്റെ ഉപ്പാൻ്റെ രക്തത്തിൻ്റെ ഗ്രൂപ്പ് മനസ്സിലാവും. ആ ബിരിയാണി കൊണ്ടുപോയിട്ട് ലാബിൽ പരിശോധിച്ചാൽ ആ ബിരിയാണി കൊണ്ടുപോയിട്ട് ലാബിൽ പരിശോധിച്ചാൽ പെണ്ണിൻ്റെ ഉപ്പാൻ്റെ രക്തത്തിൻ്റെ ഗ്രൂപ്പ് മനസ്സിലാവും. അത്രമാത്രം കൊള്ളയാണത്. ഒരു ഉളുപ്പൂലാണ്ട് ഈ ഖത്തീബും മുദരിസും എല്ലാവരും പോയിട്ട് തിന്നും. അന്ന് ചൊയ്ലി അബ്ദുൽ മൗലവി അങ്ങനെ പോയി തിന്നാറില്ല. വളരെ ശക്തമായി സ്ത്രീധനത്തിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു നാളുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നു, ജീവിച്ചിരിക്കുന്ന കുറേ ആൾ മരിച്ചുപോയി തലശ്ശേരി സ്റ്റേഡിയമിൽ വെച്ച്. ഇവരെന്ത് ചെയ്തു? ഇവർ തെറ്റിദ്ധരിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 11-ാം നമ്പർ ഫത്വയുണ്ട്. സ്ത്രീധനം പറ്റുമോ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ സ്ത്രീധനം ജായിസാണ് എന്ന സമസ്തന്റെ ഫത്വ, 11-ാം നമ്പർ ഫത്വ. ഞാൻ ആ ഫത്വക്കെതിരായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് തോന്നി ആ ഫത്വ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ. അന്ന് നടക്കുന്ന ഒരുപാട് മരണങ്ങൾ, തൂങ്ങി മരണങ്ങൾ, ആത്മഹത്യകൾ, കല്യാണം കഴിച്ച് പെണ്ണിനെ വായിച്ച് കടം വാങ്ങിയിട്ട് സ്ത്രീധനം കൊടുത്തു, അവസാനം കടം വീടാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടി, അങ്ങനെ തൂങ്ങി മരിച്ച എത്രയോ ഉപ്പമാർ, നാട് വിട്ട എത്രയോ ഉപ്പമാർ 1980-കളിൽ. പിന്നെയാണ് സ്ത്രീധനത്തിനെതിരായിട്ടും മറ്റുള്ള പ്രശ്നങ്ങൾ വന്നത്. അന്ന് ഇവര് വെല്ലുവിളി നോട്ടീസ്, ചൊയ്ലി തയ്യാറുണ്ടോ? ഷാഫി മദ്ഹബിന്റെ ഷാഫി മദ്ഹബിലെ കിതാബുകൾ വെച്ചുകൊണ്ട് സ്ത്രീധനം ഹറാമാണ് എന്ന് പറയാൻ ചൊയ്ലിക്ക് സാധിക്കുമോ? ഇതാണ് വെല്ലുവിളി. അതായത് നിങ്ങൾ വിചാരിച്ചുകൊണ്ടാ വലിയ തൗഹീദോ ശിർക്കോ ആയിട്ട് വെല്ലുവിളിയാണെന്ന് വിചാരിച്ചുകൊണ്ട. സ്ത്രീധനമാണ് വിഷയം. അന്ന് നടക്കുന്ന ആ രീതിയിലുള്ള സ്ത്രീധനം ഹറാമാണെന്ന് അത് കൊള്ളയാണ്, അത് ദുൽമാണ്, പെണ്ണിന്റെ ബാപ്പാനെ ആക്രമിക്കലാണ് കല്യാണത്തിന്റെ പേരും പറഞ്ഞ്. അന്തൊരു പെണ്ണ്. ഇന്നങ്ങനെയല്ല, ഇന്ന് കാലം മാറി. ഇന്ന് പെണ്ണ് കിട്ടാനില്ല, ലക്ഷം അങ്ങോട്ട് കൊടുത്താലും പെണ്ണ് കിട്ടാനില്ല. അന്ന് അങ്ങനെയല്ല. അന്ന് ഇടത്തരക്കാർക്ക് പോലും കാശുണ്ടെങ്കിലേ പെണ്ണിന്റെ കല്യാണം നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീധനം മാരകമായ ഒരു ക്യാൻസറായി ബാധിച്ച കാലത്താണ് തലശ്ശേരി സ്റ്റേഡിയത്തിലെ പള്ളിയിൽ വെച്ച്, മിമ്പറിൽ വെച്ച് ഞാൻ ഇന്ന് ഏത് രീതിയിൽ ഗർജിക്കുന്നു അതേപോലെ ഗർജിച്ചത് സ്ത്രീധനത്തിനെതിരായി. അവർക്ക് തോന്നി അവരെ വിമർശിച്ചതാണെന്ന്. വല്ലാഹി അല്ല. അങ്ങനെ അവരെ പറ്റി പഠിക്കാനോ അവരെ ഭരണഘടന പഠിക്കാനോ അവരെ പ്രമേയം പഠിക്കാനോ ഞാൻ തയ്യാറാവാറില്ല. അങ്ങനെയാണ് സ്ത്രീധനം ഷാഫി മദ്ഹബിന്റെ ഫിഖ് അനുസരിച്ച്, ഷാഫി ഫിഖ് അനുസരിച്ച് സ്ത്രീധനം ഹറാമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ വെല്ലുവിളി. ഞാൻ മൈൻഡ് ചെയ്തില്ല. പിറ്റേന്ന് തബ്ലീഗിന്റെ സമ്മേളനം ഉണ്ടായിരുന്നു ബാംഗ്ലൂര്. ഞാൻ മുങ്ങിയൊന്നുമല്ല. പിന്നെ നേരെ പിറ്റേന്ന് ശനിയാഴ്ച തബ്ലീഗിന്റെ സമ്മേളനത്തിന് പോകണം ബാംഗ്ലൂരിലേക്ക്. ഞാൻ സമ്മേളനത്തിന് പോയി. എനിക്കെന്ത് വെല്ലുവിളി! എനിക്ക് ഇവന്മാരുടെ ഈ വെല്ലുവിളികളിൽ എനിക്ക് പരിചയമുണ്ടോ? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരുത്തരല്ലേ ഞാൻ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരുത്തന്നെ. എനിക്കെന്ത് സംഘടന, എനിക്കെന്ത് സമൂഹം! ഒറ്റക്ക് ചിന്തിക്കുക, ഒറ്റക്ക് പറയുക. അന്നും ഇന്നും എപ്പോ അങ്ങനെ തന്നെ, ഇപ്പോ അങ്ങനെ തന്നെ. ഒരിക്കലും ഞാൻ സമൂഹത്തോടൊപ്പം കൂടിയിട്ടില്ല. ഒരു സംഘടനയിലും ഇന്ന് വരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആകെയുള്ള മെമ്പർഷിപ്പ് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പാണ്. ഒളിപ്പിച്ചോക്കേണ്ട ആവശ്യമില്ലല്ലോ. കുർബാത്തൂർ പഞ്ചായത്തിന് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഞാൻ നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് മുസ്ലിം ലീഗിനെ, ആരെന്ത് പറഞ്ഞാലും. എങ്ങനെ രാഷ്ട്രീയ രംഗത്ത്, മതരംഗത്തല്ല. അന്ന് എനിക്ക് അങ്ങനെ ചില ഇഷ്ടങ്ങൾ, അതിൻ്റെ KM മൗലവി പോലെ, അതേപോലെ തന്നെ അതുപോലെയുള്ള പണ്ഡിതന്മാർ, KM മൗലവിയെ പോലെയുള്ള സലഫി പണ്ഡിതന്മാർ, അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ബാഫിഖി തങ്ങളെ പോലെയുള്ള ജനനായകന്മാർ. അബ്ദുറഹ്മാൻ ബാഫിഖി തങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ ഞാൻ കാമ്പസാറിലെ പള്ളിയിൽ ഓതുന്നു. കണ്ണൂർ കാമ്പസാറിലെ പള്ളി ഓതുന്നു. നല്ല ഓർമ്മയുണ്ട്. യാത്രയാക്കാൻ വേണ്ടിയിട്ട് ബോംബെയിലേക്ക് തീവണ്ടിയിലാണ് പോകുന്നത് അബ്ദുറഹ്മാൻ ബാഫിഖി തങ്ങൾ. അങ്ങനെ ഞങ്ങളെ മുത്താലിമികളും കമ്മിറ്റിക്കാരിലും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ ഉപ്പറെ യാത്രയാക്കാൻ പോയിരുന്നു. അന്ന് മുസാഫെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചെറിയ പയ്യനാണ് ഞാൻ. എത്ര വയസ്സുണ്ടാവും? 71, 14 വയസ്സ്. അന്ന് എനിക്ക് ഇഷ്ടമാണ് അവരെല്ലാവരും. CH മുഹമ്മദ് ആയ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ എന്ത് തട്ടിട്ട് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ശിഹാബുകൾ എനിക്ക് ഇഷ്ടമാണ്. അതൊന്നും ആദർശത്തിന്റെ പേരിലല്ല, വ്യക്തിപരമായ സ്നേഹത്തിന്റെ പേരിൽ. ഒരു ദിവസം ഞാൻ തൃശ്ശൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്നൊരു കാറിൽ, പാണക്കാട് വഴിയാണ് പോകുന്നത്. എന്നോട് കാറിൽ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഉസ്താദ് പാണക്കാട് തങ്ങളെ വരാണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളിട്ടില്ല, നമുക്കൊന്ന് കയറിയിട്ട് പോയാലോ? ആ കയറാം. അന്ന് 90-കളിലാവാലോ, 2000 ആയിട്ടില്ല, 90-കളിൽ തന്നെ, 90-കളിലാണ് ആ യാത്രയൊക്കെ. അങ്ങനെ പോയി. അപ്പൊ ശിഹാബ് തങ്ങളും ഞാനും കുറേ സ്റ്റേജുകളിൽ പല പരിപാടികൾക്കും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിചയമുണ്ട്.
പക്ഷെ അദ്ദേഹത്തിന് എന്നെ പരിചയമുണ്ടോ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയി. നമ്മുടെ എല്ലാവരും ഉണ്ട്. ഈ അഹമ്മദ് ഉണ്ട്. ഈ അഹമ്മദ് ഞാനും താണക്കുന്ന നല്ല പരിചയമാണ്. ഈ അഹമ്മദ് സാഹിബിൻ്റെ മക്കളെ റേസ് അടക്കമുള്ളവരെ ഞാൻ പെർക്കുവറ്റ് പഠിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ. ട്യൂഷൻ ഇല്ല, പണ്ട് ഉസ്താദന്മാർ ട്യൂഷൻ എടുക്കൂലേ, പെർക്കുവറ്റ് പഠിപ്പിക്കൂലേ, ഈ അഹമ്മദിൻ്റെ മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ എനിക്ക് നല്ലൊരു ഓർമ്മയുള്ളൊരു കഥയുണ്ട്. എന്താ പറയുക, ഈ അഹമ്മദിൻ്റെ പിറകെ താണക്ക് പള്ളിയില്ല, ഈ അഹമ്മദിൻ്റെ പിറക്ക് ബാങ്ക് കേൾക്കൂല. അപ്പം ഞാൻ സിറ്റി എത്തിക്കാനയിൽ ഉസ്താദായിട്ട് നിൽക്കുന്നു. അഹമ്മദാണ് പ്രസിഡന്റ്. ഈ അഹമ്മദ് അപ്പം എന്നെ ഏൽപ്പിക്കും മൂപ്പര്. മകര് ബാങ്ക് കൊടുക്കുമ്പോൾ ഫോണ് ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് എത്തിക്കാനെങ്കിൽ ഞാൻ അന്നത്തെ ഫോണില്ല, 12 ഫോൺ തിരിക്കുന്ന ഫോൺ അടി ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് നോമ്പുറിക്കുക. 1977 ഞാൻ ഈ അഹമ്മദിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുവള്ളിയിൽ പോയി പ്രസംഗിക്കാൻ. 77 തെരഞ്ഞെടുപ്പിൽ. രാഷ്ട്രീയത്തിൻ്റെ അല്ല, എൻ്റെ പ്രസിഡൻ്റായിരുന്നു ഈ അഹമ്മദ്. അതായത് തോപ്പിലെ കണ്ണൂർ സിറ്റിയിലെ തോപ്പിലെ മദ്രസൻ്റെ എത്തിക്കാൻ്റെ ഒക്കെ പ്രസിഡൻ്റാണ് ഈ അഹമ്മദാണ്. അത് ഞാനും അന്ന് നൂർദി മൗലവിയുടെ ഖത്തീബുണ്ട് സിറ്റിയിൽ, ഞാനും അദ്ദേഹം കൂടി കൊടുവള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. അന്ന് ജനതാ പാർട്ടി ഓർക്കുന്നില്ലല്ലോ, ഇന്ദിരാഗാന്ധി തോറ്റ തിരഞ്ഞെടുപ്പ്. ഘോരം പ്രസംഗിക്ക് വന്നു രാഷ്ട്രീയം. ഇങ്ങനെയുള്ള ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നവരുമായിട്ട്. ആ ബന്ധം മാത്രമേ ഞാൻ പറഞ്ഞു തന്നത്. അത്തരം ചില ബന്ധങ്ങൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ. അങ്ങനെ തന്നെ കണ്ണൂർ ജില്ലാ സമ്മേളനം, മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം, അന്ന് ഞാൻ സിറ്റിയിലുള്ള സമയത്താണ്. അന്ന് സ്റ്റേജിൽ ഞാൻ അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിന് സൂക്കടായിട്ട് ദ്വാരക്കാരെ എന്നെ ഏൽപ്പിച്ചത്. സുലൈമാൻ സേട്ടിന് വേണ്ടി ദ്വാര ചെയ്ത് സ്റ്റേജിൽ വന്ന്. അന്ന് ശിഹാബുകളെ പേർക്ക് ഈ അഹമ്മദ്, കുഞ്ഞാലിക്കുട്ടി അതുപോലെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരൊന്നും പേരൊക്കെ അങ്ങനെ അറിയില്ല. അങ്ങനെ പോയി സലാം പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്. അങ്ങനെ സെൻട്രൽ ഹാളിൽ വലിയൊരു മേശ. ഞാൻ അത് കണ്ടത് കെ സാഹിബിൻ്റെ പേരക്കാണ്. എപ്പം ചായ എപ്പം തിന്നല്ലോ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവേ. കെ സാഹിബിൻ്റെ പേർക്ക് തോന്നല്ലേ, എൻ്റെ ഉപ്പനെ പോലെയാണ് എനിക്ക് കെ സാഹിബ്. എന്നെ ആ രീതിയിൽ എന്നെ കൊണ്ടു നടക്കുക. എന്നെ കെ സാഹിബാണ് തലശ്ശേരി പള്ളിയിൽ സത്യമായിട്ട് കൊണ്ടുപോകുന്നത്. ചെറിയ മുക്കൈ, നല്ലൊരു മനുഷ്യൻ. എന്നെ ഇങ്ങനെ, ഞാൻ ചെറിയ പ്രായമല്ലേ, എന്നെ ഇങ്ങനെ വാപ്പാനെ പോലെ എന്നെ നിയന്ത്രിക്കും കാര്യങ്ങൾ. അന്ന് ചായ എല്ലാം റെഡിയായി കൊണ്ടുവച്ച് ഈ കായ് നിറച്ചത്, പഴം നിറച്ചത്, കണ്ണൂർക്കാരെ പഴം നിറക്ക് ഉണ്ടായ ഈ ശാപങ്ങൾ എന്നെ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാൻ. ഞങ്ങൾ തിന്നുകൊണ്ട് നിൽക്കുക. ഞാൻ ഒരു പഴം ഉണ്ടായി, അത് മുഴുവൻ ഞാൻ തിന്നു. അപ്പം ശാപങ്ങൾ എന്നോട് വെച്ച് ഇഷ്ടപ്പെട്ടല്ലേ, അവൻ നല്ല രസമുണ്ട് തോന്നി. ഞാൻ അതിനിടയിൽ കുഞ്ഞാലിക്കുട്ടി ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ സമയം എന്തൊരു യോഗം നടക്കുകയാണ്, ഇതൊരു തെരഞ്ഞെടുപ്പ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ഉമർ മാഷെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്ന ഒരു ഷൂറ നടക്കുക, ഒരു യോഗം നടക്കുക. കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് പറഞ്ഞു തങ്ങളെ സമയമായി. അപ്പോൾ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, മൗലവി ചായ കുടിച്ച് തീർട്ട് എന്നിട്ട് വരാം. എൻ്റെ ഒന്നിച്ച് ചായ കുടിച്ച് തീരുന്നത് വരാൻ മനുഷ്യൻ. എനിക്ക് അത്ര ഇഷ്ടമാണ് അങ്ങനെയുള്ള, അങ്ങനെയുള്ള ആ സ്വഭാവത്തിൻ്റെ മുമ്പിൽ ആരും തോറ്റു. അങ്ങനെ ഞാൻ ചായ കുടിച്ച് തീരുന്നത് വരെ മൂപ്പര് ഇരുന്ന്, ഞാൻ ചായ കുടിച്ച് എഴുന്നേറ്റതിന് ശേഷം ഞാൻ യാത്ര പറഞ്ഞു പോയപ്പോഴാണ് മൂപ്പര് യോഗ സ്ഥലത്തേക്ക് പോയത്. ഞാൻ പറഞ്ഞു വന്നത് ഒരു വാക്ക് പറഞ്ഞപ്പോഴാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മെമ്പർഷിപ്പ്, ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടനയിൽ പ്രസംഗിച്ചിട്ടുമില്ല. ഇവർക്ക് സംഘടന സാധ്യത താല്പര്യമാണ്. എന്നെ സംബന്ധിച്ചോളം അന്നും ഇന്നും വിഷയമല്ല. എനിക്ക് ഈ ആൾക്കൂട്ടം ഇഷ്ടമില്ലാത്തൊരുത്തനാണ് ഞാൻ. ആകെ ആൾക്കൂട്ടത്തോടൊപ്പം കൂടുതൽ തബ്ലീഗുകാരൊന്നിച്ചാണ്. അതും അള്ളാഹിനെ പറ്റി പറയുന്നത് കേട്ടിട്ട് അവരെന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അള്ളാഹിനെ പറ്റി പറയിപ്പിച്ചത്. വേണ്ടാന്ന് വെച്ചപ്പോൾ വേണ്ടാന്നും വെച്ചു, ഇത്രയുള്ള കാര്യം. അതാണ് അന്ന് തലശ്ശേരിയിൽ നടന്ന വാദപ്രതിവാദം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇവിടെ വളരെ കൃത്യമാണ്. സാധാരണക്കാരന്റെ മാനസികാവസ്ഥ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാം അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ അബൂ താലിബിന്റെ അനുയായികളെ അല്ല നാം ടാർഗറ്റ് ചെയ്യുന്നത്. നാം ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അനുയായികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളെ തൗഹീദ് പ്രഭാഷണത്തിലൂടെ നാം ഉദ്ദേശിക്കുന്ന ആരെയാണ്? അവരാരെയും നമുക്ക് ചിലപ്പോൾ പരിചയമുണ്ടായിക്കൊള്ളണമെന്നില്ല, ആരുമായിട്ട് പരിചയപ്പെടുന്ന വിഷയവുമില്ല. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിക്കുക. നാളെ ആഖിറത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടപ്പോൾ ഞാനും വഹീദാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ യോഗ്യരാക്കി എടുക്കുക. വേറെ ലക്ഷ്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചോളില്ല. ഇതിലേക്കൊക്കെ സംഘടനാപരമായ ലക്ഷ്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സ്ഥാപനം നടത്തുന്നില്ല, ഞാൻ യതീംഖാന നടത്തുന്നില്ല, ഞാൻ അറബി കോളേജ് നടത്തുന്നില്ല, ഞാൻ ഹിഫ്ദ് കോളേജ് നടത്തുന്നില്ല, എനിക്ക് ഹജ്ജ് കച്ചവടം ഇല്ല, ഉംറ കച്ചവടം എനിക്കില്ല, എനിക്ക് ഈ ദുനിയാവിന്റെ ഒരു ഏർപ്പാടും എനിക്കില്ല.
ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എക്കോട്ടും ഇടക്കോട്ടും വെക്കുന്നത് എന്നെ എന്തിനാ ഇങ്ങനെ ഉദ്രവിക്കാൻ നിൽക്കുന്നത്? അതെ, എന്റെ നാവിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, അത് എന്റെ കുറ്റമല്ല. അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറയുന്ന നാവായതുകൊണ്ട് നിങ്ങളെ അള്ളാഹു താല നിങ്ങളെ കൊണ്ട് പേടിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയോ പേടിക്കുന്നു. ഒരു പേടിയും വേണ്ട. ഞാൻ തനിച്ച, ഞാൻ നിങ്ങൾ ആരെയും പിന്നെ ആരും നിങ്ങൾ അനുയായികളുടെ കൂട്ടത്തിൽ ആരെയും സ്വന്തമാക്കുന്ന പ്രശ്നമില്ല. തീർച്ച ഇനിയിപ്പോ ഏതാ കുറച്ച് വെട്ടുകാരൻ ജീവിക്കും തോന്നില്ലല്ലോ. സാധാരണ രീതി അനുസരിച്ച് എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെ 70-ന്റെ ഇടയിലാണ് അഷ്റഫുൽ ഹൽക്ക് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 66 ആ പറഞ്ഞ കണക്കാണെങ്കിൽ 4 കൊല്ലം കൂടി ഏറി വന്നാൽ അല്ലാഹു അക്ബർ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു രാത്രി എഴുന്നേറ്റ് ദുആ ചെയ്തത് അല്ലാഹുവിനോടാണ്. ഏതെങ്കിലും ഒരു സെൽഫി സ്റ്റേജിൽ വെച്ച് തൗഹീദ് പറയുന്നത് കേട്ട ഒരു സാധാരണക്കാരൻ, ആ സാധാരണക്കാരൻ രാത്രി പുരക്കു പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഉറക്കം വരുന്നില്ല. സെൽഫി പണ്ഡിതൻ പറയുന്നതാണോ ശരി, അതോ ഷീഈ പണ്ഡിതൻ പറയുന്നതാണോ ശരി, അയാൾ ആശയക്കുഴപ്പത്തില. അയാൾ രാത്രി അള്ളാഹിന്റെ ദുആ ചെയ്യുകയാണ്, അള്ളാഹ് എനിക്കൊന്നും തിരിയുന്നില്ല, അള്ളാഹ് സെൽഫികൾ പറയുന്നു നീ മാത്രം എന്ന്, അവര് പറയുന്നു ഔലിയാക്കന്മാരില്ലാതെ നീ ഒന്നും തരൂല എന്ന്. എന്റെ മനസ്സൊന്ന് റെഡിയാക്കി താ അല്ലാഹ്. നേരം കൊടുക്കുമ്പോ അള്ളാഹു അവന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കും. അവൻ തീരുമാനിക്കും, ഇന്നു മുതൽ നീക്ക് അള്ളാഹ് മാത്രം മതി, വേറെ ആരും വേണ്ട. അത് ഈ യൂട്യൂബ് ബിസിനസ്സുകാരുടെ കമന്റ്, പിന്നെ ഈ എന്താ പറയാ, കമന്റ് ബോക്സ് വായിച്ചാൽ അറിയാം. യൂട്യൂബ് ബിസിനസ്സുകാര് എഡിങ് കേട്ടാ വിചാരിക്കാതെ എന്റെ വകയാണ്, അത് മനസ്സിലാക്കിക്കോളൂ. എനിക്കങ്ങനെ ഒരു ചാനലുമായിട്ട് എനിക്ക് ബന്ധമില്ല, യൂട്യൂബിൽ ഒരു പരിപാടിയുമായിട്ട് എനിക്ക് ബന്ധമില്ല. എന്റെ പ്രസംഗം ആരൊക്കെയോ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അറിയാതെ എടുത്തിട്ട് അവരെ അഡ്രസ്സിൽ കൊടുക്കുന്നു. ഞാൻ വിചാരിച്ച് ആ വാക്ക് കേൾക്കുകയും ചെയ്യാം, അവർക്ക് ജീവിക്കുകയും ചെയ്യാലോ, പൈസ കിട്ടുമല്ലോ, കിഡ്മായിക്കോട്ടെ, എന്റെ ശബ്ദം വിറ്റിട്ട് കാശ് വാങ്ങിട്ട് പ്രായത്തല്ലേ. എന്റെ ശബ്ദം, എന്റെ തൗഹീദിന്റെ ശബ്ദം, എന്റെ അഡ്രസ്സിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു ചാനലാണ് ജൗഹറുൽ ഹുദ ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന ചാനൽ. അത് മാത്രമാണ് എനിക്ക് ബന്ധം. എന്റെ പ്രസംഗം ഏതെങ്കിലും ചാനലിൽ വരുന്നുണ്ടെങ്കിൽ അതുമായിട്ടൊന്നും എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് ഞാൻ അറിയിക്കട്ടെ. ഒരു ബന്ധവും എനിക്കില്ല, എനിക്കകത്തൊരു ചാനലും ഇല്ല, അങ്ങനെ ചാനലുമായിട്ടൊരു ബന്ധവും ഇല്ല എനിക്ക്, ചാനൽ പ്രയോഗവും ഇല്ല എനിക്ക്. അതും ഈ കാണുന്ന പ്രസംഗങ്ങളൊക്കെ മക്കള് എഡിറ്റ് ചെയ്തിട്ട് ജൗഹറുൽ ഹുദയിൽ കയറ്റുന്ന, അങ്ങനെ എനിക്കിതൊന്നും അറിയുകയും ചെയ്യില്ല. എങ്ങനെയാണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുകയും ചെയ്യില്ല. ആ വിഷയത്തിലുള്ള എൻ്റെ കാര്യം എനിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതാര് പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ അബ്ദുസ്സലാം മോങ്ങം പറഞ്ഞതുപോലെ, എനിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പാവപ്പെട്ട ഈ പുരോഹിതവർഗം നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. ഈ പാവപ്പെട്ട സാധാരണക്കാരൻ 98% അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് ഐ ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് യാഥാർത്ഥ്യമാകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ചില കമന്റുകൾ വായിക്കുമ്പോൾ, ചില വ്യക്തികളുടെ അനുഭവങ്ങൾ വായിക്കുമ്പോൾ ഓർമ്മ വരുന്നത് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ വാക്കാണ്. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ. നിന്നെ കൊണ്ട് ഒരാൾ ഹിദായത്തിലായാൽ, എന്താണ് ഹിദായത്ത്? ദൈനംദിന ജീവിതത്തിൽ എനിക്ക് എൻ്റെ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കാനുള്ള മനസ്സ്, അതാണ് ഹിദായത്ത്. അതാണ് ഹിദായത്ത്. അതാണ് ഹിദായത്ത്. എന്താണ് ദലാലത്ത്? എന്റെ കാര്യം നടക്കാൻ ഔലിയാക്കളും വേണം, ശൈഖന്മാരും വേണം എന്നതാണ് ദലാലത്ത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ. നിന്നെ കൊണ്ട് ഒരു മനുഷ്യൻ ഹിദായത്തിലായാൽ, നിന്നെ കൊണ്ട് ഒരാൾ ഹിദായത്തിലാക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, അതിന് നീ കാരണക്കാരനായാൽ, ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ദുനിയാവും ദുനിയാവിലുള്ള സകലതും കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഖൈറാൻ. ഹബീബായ മുത്തായ പൂവായ റസൂലുള്ളാഹി. ഒരു സെന്റ് സ്ഥലത്തിന് എത്രയാ പൈസ? ഭൂമി മുഴുവനും കിട്ടിയാൽ എത്ര സെന്റ് സ്ഥല, എത്ര ഏക്കർ സ്ഥലമായി ഭൂമി? നാളെ ആഖിറത്തിൽ കണക്ക് വരും. അതുകൊണ്ട് കൂടുതലൊന്നും വേണ്ട, ഒറ്റ ഒരാൾ മതി. ഏക്കറക്കണക്കിനാ നാളെ വരുന്നത് ആഖിറത്തിലേക്ക്. മിനദ് ദുനിയ, ഈ ദുനിയാവിനേക്കാൾ, വമാ ഫീഹാ, ദുനിയാവിലുള്ള സകലതും. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ടൗണിൽ ഒരു സെന്റ് സ്ഥലം കിട്ടണമെങ്കിൽ എത്ര ലക്ഷം കൊടുക്കണം?
അതിനൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എത്ര കോടി കൊടുക്കണം? ഇതിനോട് ചോദിച്ചാൽ അറിയാം കോടിയുടെ കണക്ക്. എങ്കിൽ പിന്നെ ഈ ദുനിയാവ് മുഴുവൻ ഒരാൾ നമുക്ക് എഴുതി തന്നാൽ നിങ്ങളൊന്നും ആലോചിക്കാത്തത്. അങ്ങനെ സഹാബാക്കൾ അങ്ങനെ കണക്കൂട്ടുമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് അമലിന്റെ കണക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്ന് ചെല്ലിയാൽ ഇത്ര, അങ്ങനെ ഇപ്പൊ 100 ചെല്ലിയാൽ എത്രയാവും? 100 ഗുണിക്കണം മറ്റേത് ഇത്ര, അപ്പൊ അങ്ങനെ സഹാബാക്കൾ കണക്കൂട്ടുമായിരുന്നു. നാളെ ആഹത്തിൽ കിട്ടുന്ന കണക്ക് സഹാബാക്കൾ കണക്കൂട്ടുമായിരുന്നു. നമ്മൾ പൈസന്റെ റിയാലും ദിർഹമും ദീനാറും മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. സഹാബാക്കൾ കണക്കൂട്ടൽ എങ്ങനെയാണ്? 1 ചെല്ലിയാൽ ഇത്ര, അപ്പൊ ഇത്ര ചെല്ലിയാൽ എത്ര, അത്ര. നിങ്ങൾ പറഞ്ഞ ഓരോ കണക്കും അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു കൊടുത്ത കണക്ക് ഓരോന്നും 1-ന് 10, 1-ന് 70, 1-ന് 100, 1-ന് 700 കണക്കില്ലേ? ചാർട്ടില്ലേ? ചാർട്ട് 1-ന് 1-ല്ല, 1-ന് 1 ചാർട്ട് കുറവാണ്. 10 മുതലാണ് തുടങ്ങുന്നത്. ചാർട്ട് കൊടുക്കുന്നത് 10 കൊണ്ടാണ്. 1 ചെയ്താൽ 10ന്റെ കോലത്തിലാണ് എഴുതുക. ചിലത് 70ന്റെ കോലത്തിലാണ്. റമദാൻ മാസം ഒരു നന്മ ചെയ്താൽ 70 കിട്ടും. ചിലത് 700ന്റെ കോളം, 10ന്റെ കോളം, 70ന്റെ കോളം, 700ന്റെ കോളം. മസലുല്ലദീന യുൻഫിഖൂന ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ. അപ്പോൾ എത്രയായി? 700. 7 കൊല, ഒരു കൊലയിൽ 100 മണി. അപ്പോൾ 1 ഉറുപ്യ സദക്ക ചെയ്താൽ 700 ഉറുപ്യ. ആ 700 ഉറുപ്യന്റെ കുളത്തിലാണ് ഇത് വരിക. പിന്നെ 70,000ന്റെ കുളത്തിൽ വരുന്നുണ്ട്. പിന്നെ ലാ ഹദ്ദ വലാ ഹസ്ര, കണക്കില്ലാത്ത കോലം. അത് റമദാൻ മാസം. അസമു ലീ വാനാ ജിസീബി, അതിന് കണക്കില്ല. അള്ളാഹ് എത്ര ഉദ്ദേശിക്കുന്ന അത്ര. ഇങ്ങനെ കണക്കൂട്ടുന്ന സഹാബാക്കൾ. നമ്മളും അങ്ങനെ തന്നെ കണക്കൂട്ടുന്നത് കൂട്ടരെ. അതുകൊണ്ട് ഈ പറയുന്ന പുരോഹിതന്മാരോട്, ഈ പറയുന്ന ദല്ലാളന്മാരോട്, ഈ പറയുന്ന സംഘടനക്കാരോട്, അത് സലഫി സംഘടനകളായാലും ശരി, എല്ലാരോടും പറയട്ടെ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ജീവിതത്തിൽ. നാളെ ആഖിറത്തിൽ എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുമോ നോക്കാൻ. ഭൂമിയിൽ ഒരാളുടെയും ആശ്രയത്വം സ്വീകരിക്കാൻ ഞാനൊരു അറബിക് കോളേജ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട്? ദുനിയാവിൽ ആരടുത്തും പോയിട്ട് ആവശ്യങ്ങൾ പറയാൻ എന്നെ കൊണ്ട് പറ്റൂല. അതേപോലെ തന്നെ മറ്റൊരു പരിപാടിക്കും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഞാനും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് കൂടുക. അതിന് അല്ലാഹു തആല എനിക്കൊരു സൗകര്യം ചെയ്തു തന്നു. മരിക്കുന്നത് വരെ ഈ രീതിയിൽ നിങ്ങളോട് അല്ലാഹുവിനെ പറ്റി പറയുക. ആയുസെത്തുമ്പോൾ ഈ പരിശുദ്ധമായ തൗഹീദിന്റെ പൂർണ്ണതയിൽ മരിച്ച് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ അള്ളാഹുവെ നീ സൂക്ഷിച്ചു വെക്കണമേ എന്നുള്ള ദുആ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുയായികളോട്, കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളോട്, ഓരോ മഹല്ലത്തിലെയും മുസ്ലിമീങ്ങളോട്, നിങ്ങൾ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പിൻപറ്റണം. അബൂ താലിബിനെ പിൻപറ്റരുത്. അബൂ താലിബ് നിങ്ങളെ മൗലാനമാരുടെ ശൈഖാണ്. ഹംസ നമ്മുടെ ശൈഖാണ്. ഹംസ റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത പോലെ ദുആ ചെയ്യണം നിങ്ങൾ. ആരെ എതിർക്കലോ ചീത്ത പറയലും കല്ല് വർക്കേറിയലും മുട്ടേറിയലൊന്നും അല്ല നമ്മുടെ കാര്യം. നാം അള്ളാഹുവിനോട് ചോദിക്കണമേ, അല്ലാഹ് സെൽഫികൾ ഇങ്ങനെ പറയുന്നു, നീ മാത്രം മതിയെന്ന്. അപ്പുറത്തുനിന്ന് ഞങ്ങളെ മൗലാനമാർ ഇങ്ങനെ പറയുന്നു, നീ പോരാ, നിന്റെ കൈവ്യാക്കളും വേണമെന്ന്. എന്റെ മനസ്സൊന്ന് തുറന്നതാ അല്ലാഹ്. ഹംസ റളിയല്ലാഹു അൻഹു രാത്രി ദുആ ചെയ്തു. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു, രാവിലെ ഞാൻ നേരെ പോയി ദാറുൽ അർക്കമിലേക്ക്, സലഫി സെന്ററിലേക്ക്. ഇന്നലെ വരെ പോയത് ദാറുൽ നദുവയിലേക്കാണ്. അതാണ് സുന്നി സെന്റർ. അവിടെ നിന്നാണ് മൗലാനമാരുടെ പ്രസംഗം കേൾക്കാൻ, ഔലിയാക്കന്മാരുടെ ഫളായില് കേൾക്കൽ അവിടെ നിന്നാണ്. ലാത്തന്റെയും ഉസ്സന്റെയും പോരിശ കേൾക്കൽ അവിടെ നിന്നാണ്. ഇപ്പുറത്തുനിന്ന് അള്ളാഹിനെ മാത്രമേ കേൾക്കുള്ളൂ. ദാറുൽ അർക്കം, അള്ളാഹിനെ പറ്റി മാത്രം പറയുന്ന സ്ഥലം. രാവിലെ പോയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഉണ്ട്. അഷ്റഫുൽ ഖൽഖിനെ ഭയങ്കര ഇഷ്ടമാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹംസാനെ. ചെറുപ്പത്ത് മുതലേ അവർ കൂട്ടുകാരാണ്. ആ ഇഷ്ടമാണ് അബൂജഹലിനോട് കാണിച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയുകയും എറിയുകയും ചെയ്തപ്പോൾ അതിൽ ആ വെറുപ്പ്, ഹംസ അബൂജഹലിന്റെ തലക്ക് 2 കൊടുത്തിട്ട് മുറിച്ചത് ആ സ്നേഹത്തിന്റെ അടയാളമാണ്. വഹ്യ് കിട്ടിയ, നുവ്വത്ത് കിട്ടിയ നാള് മുതലേ അഷ്റഫുൽ ഖൽഖ് ആശിക്കുമായിരുന്നു, ഹംസ കൂട്ടത്തിലുണ്ടെങ്കിൽ നന്നായേനെ, 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിന്റെ ആഗ്രഹം തീർത്തു കൊടുക്കുന്നത്. രാവിലെ ദാറുൽ അർക്കമിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. മോനെ മുഹമ്മദ്, ഞാൻ ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ട്, ഞാൻ അസ്വസ്ഥനായി, ഞാൻ എൻ്റെ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ ഞാൻ മുഹമ്മദിന്റെ ഒന്നിച്ചാണ് ഞാൻ എന്ന് പറഞ്ഞത് എനിക്ക് സന്മാർഗത്തിന്റെ വഴിയാണെങ്കിൽ എന്നെ നീ മുഹമ്മദിന്റെ ഒന്നിച്ച് ചേർക്കണം, ഇല്ലെങ്കിൽ എൻ്റെ മുത്താപ്പ അബൂ താലിബിന്റെ ഒന്നിച്ച് എന്നെ എങ്ങനെ ആ ശൈഖന്മാർ ഒന്നിച്ച് ചേർക്കണം. അല്ലാ, നീ എൻ്റെ മനസ്സൊന്ന് തുറന്നതാ.
അങ്ങനെ ഇരിക്കുന്നു, നീ നിന്റെ അടുത്തേക്ക് വരാൻ ഞാനിതാ വന്നിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ട മോനെ മുഹമ്മദ്? ഒന്നും വേണ്ട ഹംസ, പറഞ്ഞോളൂ ധൈര്യമായിട്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നു മുതൽ എനിക്ക് എൻ്റെ അല്ലാഹ് മാത്രം, അത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇനി ഒരു ശൈഖും ഇല്ല, ഒരു വലിയും ഇല്ല, എനിക്ക് ആകെയുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ ഏറ്റവും മുഹമ്മദ്. അല്ലാഹ് ഷഹാദത്ത് നീ സ്വീകരിക്കണം. തക്ബീർ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ ഒന്നിച്ച് വെന്നിലുണ്ടാവുന്ന ആളേ ഉള്ളൂ. നുബുവത്തിന്റെ 6ാം കൊല്ലമാണ് ഈ സംഭവം നടക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തെ അല്ലാഹു തആല തുറന്നു കൊടുത്തു. അതെ, 1000-ൽ നിന്നും 10,000-ൽ നിന്നും 1-2 പേരെ അല്ലാഹു സലഫിയത്തിന്റെ രാജപാതയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് പോലെ, സലഫിയത്തിന്റെ രാജപാതയിലേക്ക് അല്ലാഹ് തിരഞ്ഞെടുക്കുന്നത് പോലെ ഹംസാനെ തിരഞ്ഞെടുത്തു. 6ാമത്തെ കൊല്ലം എല്ലെണ്ണാവുന്ന ആൾക്കാരുണ്ട്. ഏതാണ്ട് 10-30 പേര് മാത്രമാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഒന്നിച്ചുള്ളത്. 35 പേരെങ്ങാനുള്ളത് അല്ലാഹുവിന്റെ റസൂൽ ഒന്നിച്ച്. ആ കൂട്ടത്തിൽ ഒരു ഹംസ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അല്ലാഹുവിൽ വിശ്വസിച്ച ആളായിരുന്നു. അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിച്ച ആളായിരുന്നു. പുരോഹിതന്മാരെ പ്രസംഗം കേട്ടിട്ട് ലാത്തയും ഉസയും ഉണ്ടെങ്കിലേ കാര്യം നടക്കുമെന്ന് വിശ്വസിച്ച ആളായിരുന്നു. അവസാനം ഇല്ല, അല്ലാഹ് മാത്രം മതി, ലാത്തിനെ കൊണ്ടും ഉസ്സനെ കൊണ്ടും ഒന്നും നടക്കൂല, മുഹമ്മദ് പറയുന്നതാണ് ശരി എന്ന അംഗീകാരത്തിലേക്ക് വന്നപ്പോൾ തൗഹീദിന്റെ വക്താവായി ഹുദൂദിൽ രക്തസാക്ഷിയാകുന്നത് വരെ, ഷഹീദാകുന്നത് വരെ ഹബീബായ മുത്തിന്റെ ഇടത്തും വലത്തും നടക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ട് ജീവിച്ച് ഷഹീദായ ആ മഹാനവറുകൾ. ആ വഴി തേടണമെന്നാണ് ഞാൻ സാധാരണക്കാരോട് പറയുന്നത്. നമ്മുടെ പ്രഭാഷണത്തിന്റെ ലക്ഷ്യം അത്രയേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ഇന്നത്തെ സൗകര്യം, അല്ലാഹു തആല തന്ന സൗകര്യം, ഈ ചാനൽ സൗകര്യം, മറ്റുള്ളവർ നമ്മുടെ പ്രസംഗങ്ങളെ അവരുടെ ചാനലിൽ ഇടുമ്പോൾ നമുക്കതിൽ വിഷമമില്ലാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെയെങ്കിലും കേൾക്കട്ടെ വാക്ക് എന്നുള്ള രീതിയിലാണ് അല്ലാഹു തആല കേൾപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ കുറെ ആൾക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുന്നു. അല്ലാഹുമ്മ ഹ്ദിനി വഹ്ദി ബി വഹ്ദിന്നാസ ജമീഅ വജ്അൽനി സബബൻ ലിമൻ ഇഹ്തദാ വഹിദായത്തിൽ ആലം. നമ്മുടെ ദുആ, അല്ലാഹുമ്മ ഹ്ദിനി വഹ്ദി ബി വഹ്ദിന്നാസ ജമീഅ വജ്അൽനി സബബൻ ലിമൻ ഇഹ്തദാ വഹിദായത്തിൽ ആലം. വേറൊരു ലക്ഷ്യവും ഈ ചൊല്ലിക്കില്ല. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.